നമസ്കാരം. തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും പാലക്കാടും ചേലക്കരയിലും പോലെ UDF-ന് നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ അധിക സമയമൊന്നും വേണ്ടിവന്നില്ല. എന്നാൽ CPIM-ന് സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ 2 ദിവസം കൂടി സമയം വേണ്ടിവരും. മറ്റന്നാൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും എന്നാണ് നേതൃത്വം അറിയിച്ചിട്ടുള്ളത്. ഇതിനിടെ CPIM-നെ ട്രോളി തോൽപ്പിക്കുകയാണ് കോൺഗ്രസിലെ യുവ നേതാക്കൾ. പഴയ സാധനങ്ങൾ വിൽക്കാൻ വയ്ക്കുന്ന ആപ്പ് OLX-ൽ സ്ഥാനാർത്ഥിയെ തിരയുന്നു എന്നാണ് CPIM-നുള്ള കുത്ത്. ബലിയാടിനെ തിരയുന്നു, M സ്വരാജിനെ മത്സരിപ്പിക്കാൻ ധൈര്യമുണ്ടോ എന്നൊക്കെ ട്രോളുകൾ നീളുന്നുണ്ട്. കോൺഗ്രസിന്റെ യുവ നേതാക്കളെ പിന്തുണച്ച് മുതിർന്ന ലീഗ് നേതാവും പരിഹസിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. കാലാവസ്ഥ പ്രതികൂലം ആയതിനാൽ ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചു എന്നാണ് അബ്ദുൾ റബ്ബിന്റെ പോസ്റ്റ്. എന്തായാലും ട്രോളുകളെ തള്ളിക്കളയുകയാണ് CPIM. രാഷ്ട്രീയമായ പോരാണ് തെരഞ്ഞെടുപ്പ് എന്നും ഇത്തരം പ്രതികരണങ്ങൾ പാപ്പരത്വം എന്നുമാണ് വിമർശനം. അതിനിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകാൻ ശ്രമം നടത്തിയ അഡ്വക്കേറ്റ് ബീന ജോസഫുമായി മുതിർന്ന BJP നേതാവ് MT രമേശ് കൂടിക്കാഴ്ച നടത്തിയത് ഇടത് സൈബർ ലോകത്തിന് അവസരമായി മാറി. OLX വഴി വിറ്റതോ നേരിട്ടുള്ള കച്ചവടമോ എന്നാണ് മറുചോദ്യം. സ്ഥാനാർത്ഥികളെ OLX-ൽ തിരയണോ എന്നാണ് സ്പെഷ്യൽ ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീ KA ഷാജി, മുതിർന്ന മാധ്യമപ്രവർത്തകൻ, അഡ്വക്കേറ്റ് ശ്രീ പ്രകാശ് BJP നേതാവ്, ശ്രീ സലീം മടവൂർ ഇടത് നേതാവ്, ശ്രീ VR അനൂപ് കോൺഗ്രസ് നേതാവ് എന്നിവർ ആണ്. ആദ്യം ശ്രീ ഷാജി, ഇവിടെ ഇതാ ഒരു തെരഞ്ഞെടുപ്പിന് കളം ഒരുങ്ങിയത് ഇന്നോ ഇന്നലെയോ ആണ് എന്ന് നമുക്ക് അനുമാനിക്കാനാവില്ല. കാരണം PV അൻവർ രാജിവെച്ചിട്ട് മാസങ്ങൾ ആയി. അവിടെ തെരഞ്ഞെടുപ്പ് എന്നത് ഉറപ്പിച്ചതാണ്. ശക്തമായൊരു പോരിലേക്ക് പോകും എന്നതും ഏതാണ്ട് ഉറപ്പിച്ചതാണ്. പക്ഷേ സ്ഥാനാർത്ഥിയെ അതിവേഗം പ്രഖ്യാപിക്കാൻ ഇവിടെ UDF-ന് സാധിച്ചിട്ടുണ്ട്. BJP-യുടെയും CPIM-ന്റെയും സ്ഥാനാർത്ഥികൾ ആരൊക്കെ എന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല. ഈ ട്രോളുന്നത് പോലെ അല്ലെങ്കിൽ കോൺഗ്രസ് ട്രോളുന്നത് പോലെ ഒരു സാഹചര്യത്തെ ഇപ്പോൾ ഇടത് കേന്ദ്രങ്ങൾ നേരിടുന്നുണ്ടോ? ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, ഈ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഒരുപാട് നാളുകൾക്ക് മുമ്പ് തന്നെ ആ സീറ്റ് വേക്കൻ്റ് ആണ്. അതിൽ ഇലക്ഷൻ കമ്മീഷൻ അതിൻ്റെ പരിഗണനയ്ക്ക് പോയതാണ്. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ തീരുമാനം എടുക്കുന്നത് വളരെ വൈകിട്ടാണ്. അപ്പം ഇങ്ങനെ വരുമ്പോൾ അടുത്ത ഒരു വർഷം പോലുമില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നിലമ്പൂർ അടക്കമുള്ള മുഴുവൻ നിയമസഭാ മണ്ഡലങ്ങളും പോകാനായിക്കൊണ്ട്. അപ്പം അങ്ങനെ ഒരു കൃത്യമായിട്ട് ഒരു കൊല്ലം പോലുമില്ല. അതിനിടയിൽ നിയമസഭ എത്ര വട്ടം വിളിച്ചു ചേർക്കുമെന്ന് നമുക്ക് ഉറപ്പില്ല. അതിൽ എത്ര തവണ നിലമ്പൂരിൽ പുതുതായിട്ട് വരുന്ന ജനപ്രതിനിധി സംസാരിക്കാൻ പറ്റുമെന്ന് ഉറപ്പില്ല. അദ്ദേഹത്തിന് ആ മണ്ഡലത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്നതിലും ഉറപ്പില്ല. അങ്ങനെ വളരെ ക്ലിപ്തമായ ഒരു സമയത്തിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പായതുകൊണ്ടാണ് ആദ്യമേ തന്നെ BJP അതിൽ വലിയൊരു വിപ്രതിപത്തി അറിയിച്ചു. ഒപ്പം തന്നെ ഭരണകക്ഷിയെ സംബന്ധിച്ചിടത്തോളം ഭരണകക്ഷിക്ക് ഇതിനകത്ത് വലിയൊരു ആത്മവിശ്വാസ കുറവുണ്ട്. കാരണം അവരുടെ സ്ഥാനാർത്ഥി ഇവിടെ ജയിക്കുമോ എന്ന് അവർക്ക് ഉറപ്പില്ല. കഴിഞ്ഞ 2 പ്രാവശ്യം അൻവർ ജയിച്ചെങ്കിലും അവസാന തവണ അൻവറിൻ്റെ ഭൂരിപക്ഷം വളരെയധികം കുറഞ്ഞു. ഒപ്പം തന്നെ ഒരു കാലത്തും ഒരു ഇടതുപക്ഷത്തിൻ്റെ സുരക്ഷിത മണ്ഡലമായിരുന്നില്ല അത്. എല്ലാ കാലത്തും ആര്യാടൻ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് അധികാരിയുടെ കോട്ടയായിരുന്നു. അവിടെ അൻവറിന് ഒരു താൽക്കാലികമായ വിള്ളലുണ്ടാക്കാൻ പറ്റി. ഇപ്പോൾ അൻവർ പുറത്തായതിനു ശേഷം ഇടതുപക്ഷത്തിന് വലിയ അനുകൂലമായ സ്ഥലമല്ല. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിനുള്ളിൽ സ്ഥാനം ആഗ്രഹിക്കുന്ന ആളുകൾ, ഇലക്ഷനിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ സ്വമേധയാ ആ മണ്ഡലത്തിന് വേണ്ടി താല്പര്യപ്പെടുന്നില്ല. ഇപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ പറഞ്ഞു കേൾക്കുന്ന സ്വരാജിൻ്റെ പേരിൽ പോലും നോക്കുമ്പോൾ സ്വരാജ് പോലും വ്യക്തിപരമായിട്ട് തന്നെ ഈ നിയമസഭാ മണ്ഡലത്തിൽ കൊണ്ടുപോയി ഒരു കൊല്ലത്തേക്ക് സ്വയം ത്യാഗം ചെയ്യണോ, സ്വയം ബലി കഴിക്കണോ എന്നുള്ളൊരു തോന്നൽ അദ്ദേഹത്തിന് പോലും ഉണ്ടാവും. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ വേണം നമ്മളിതിനെ കാണാൻ. അപ്പോൾ ഇതിൽ തീർച്ചയായിട്ടും കോൺഗ്രസിൻ്റെ കഴിച്ച കുറേ കാലമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, മുമ്പ് നമ്മൾ കോൺഗ്രസിനെ പരിഹസിച്ചിരുന്നത്, കോൺഗ്രസിനെ എല്ലാവരും ട്രോൾ ചെയ്തിരുന്നൊരു സംഭവം എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക ഏറ്റവും അവസാന നിമിഷത്തിൽ വരും. അത് ഹൈക്കമാൻഡ് ഒന്ന് പറയും, അതിനെ സംസ്ഥാനത്തുള്ള കുറേ പേര് എതിർക്കും. ഒടുവിൽ ഏറ്റവും അവസാന ദിവസങ്ങളിൽ റിബലുകൾ വരെ രംഗത്ത് വരും. ഒടുവിലാണ് ഒരു തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും മൂർധന്യത്തിൽ, ഏറ്റവും കാമ്പയിന്റെ ഏറ്റവും മൂർധന്യത്തിൽ മറ്റു പാർട്ടികളൊക്കെ എത്തുന്ന സമയത്ത് മാത്രമാണ് കോൺഗ്രസ് ഫൈനലായിട്ട് സ്ഥാനാർത്ഥിയായിട്ട് മുന്നോട്ട് വരിക. പക്ഷെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട്, പ്രത്യേകിച്ച് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷം, അതായത് പാഠം പഠിച്ചിട്ടായാലും എന്തു തന്നെ ആയാലും, ഈ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിലും നേരത്തെ നിശ്ചയിക്കുന്നതിലും ആദ്യം നിശ്ചയിക്കുന്നതിലും പ്രചരണം വളരെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും കോൺഗ്രസ് വലിയൊരു മാതൃക കാണിക്കുന്നുണ്ട്. അത് അതിന്റെ മുൻകാലങ്ങളിൽ നിന്ന് വളരെ വിഭിന്നമായൊരു ചിത്രമാണ്.
അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ട്രോളാനും സമയമുണ്ട്. ഇപ്പൊ നമ്മൾ നോക്കുക, കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഈ കോൺഗ്രസിന്റെ ഈ സൈബർ ആർമികൾ, സൈബർ പ്രവർത്തകരുടെ എണ്ണത്തിലും വർധനവുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 3-4 കൊല്ലം മുന്നേ വരെ കോൺഗ്രസിന്റെ സൈബർ മേഖല അത്ര ശക്തമായിരുന്നില്ല. അപ്പൊ ഈ സൈബർ മേഖലയിൽ അവരുടെ ശക്തി കൂടി വന്നതോടുകൂടിയാണ് അവരിപ്പോ വളരെ കൃത്യമായിട്ട് എതിർ പാർട്ടികൾ നിങ്ങളുടെ സ്ഥാനാർത്ഥി എവിടെ, അല്ലെങ്കിൽ ഇപ്പൊ അബ്ദുറബ് പറഞ്ഞ പോലെ, അബ്ദുറബ് ആണെങ്കിൽ ഇതുപോലെയുള്ള ഈ ട്രോളുകൾക്കൊക്കെ വളരെ പ്രശസ്തനാണ്, നല്ല രൂക്ഷമായ പരിഹാസം തന്നെ. അപ്പോൾ കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് ഇന്നത്തെ തെരച്ചിൽ നിർത്തിവെച്ചു എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ഹാസ്യം എന്നൊക്കെ പറയുന്ന ഒരു സംഭവം. ഇത് ഐക്യമുന്നണിക്ക് ഇതുവരെ പരിചിതമല്ലാത്ത ഒന്നാണ്. പക്ഷെ ഇപ്പോ ഐക്യമുന്നണി വളരെ വൈദഗ്ധ്യത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കലാപരിപാടിയാണ് എന്ന് വേണം. യെസ്, താങ്കൾ പറഞ്ഞതിൽ മറ്റൊരു കാര്യം കൂടിയുള്ളത്, താങ്കൾ തന്നെ സൂചിപ്പിച്ചു, ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന MLAക്ക് എത്ര തവണ നിയമസഭയിൽ പോലും പോകാൻ സാധിക്കുമെന്ന സംശയം. അതും വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. അതായത് മൂന്നാം പിണറായി വിജയൻ സർക്കാർ എന്ന് ഉറപ്പിക്കുന്നുണ്ട് ഇടതുപക്ഷം. അവിടെ വലിയ ഭൂരിപക്ഷത്തോടു കൂടി തന്നെയായിരിക്കും ഇനിയും അധികാരത്തിൽ വരാൻ പോകുന്നത് എന്നൊക്കെ അവകാശപ്പെടുന്ന ഇതേ ഇടതുപക്ഷത്തിനോ CPIM-നോ ആണ് ഇപ്പോഴും ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താനാകാത്തത്. അവിടെ രാഷ്ട്രീയ സാഹചര്യം എന്നത് അനുകൂലമാകുന്നു. അല്ലെങ്കിൽ ആരൊക്കെയാകും സ്ഥാനാർത്ഥികൾ, ഇനി BJPക്ക് സ്ഥാനാർത്ഥിയുണ്ടോ, ഇതൊക്കെ വെയിറ്റ് ചെയ്തതിന് ശേഷം വേണം ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ എന്ന് പറയുമ്പോൾ ഈ മൂന്നാം സർക്കാരിലേക്ക് എന്ന് പറയുന്ന ഒരു ആത്മവിശ്വാസത്തിന്റെ പ്രതിഫലനം അവിടെ ഇല്ല എന്നുകൂടിയാണോ അനുമാനിക്കേണ്ടി വരുന്നത്? തീർച്ചയായിട്ടും ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഉപതെരഞ്ഞെടുപ്പുകൾ എന്ന് പറഞ്ഞാൽ ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരും കേന്ദ്രത്തിൽ നയിക്കുന്ന പാർട്ടിക്കായാലും സംസ്ഥാനത്തിലാണ് സംസ്ഥാനം നയിക്കുന്ന പാർട്ടിക്കായാലും ഏതാണ്ട് ഉറപ്പുള്ളൊരു സംവിധാനമാണ്. കാരണം ആ സർക്കാരിൻ്റെ എല്ലാ ശക്തികളും ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ മുഴുവൻ റിസോഴ്സുകളും മുഴുവൻ നേതാക്കളും അവിടെ കേന്ദ്രീകരിക്കുന്നു. മുഖ്യമന്ത്രിയും മന്ത്രിമാരുമെല്ലാം ഓരോ വീടുകളിലും പോകുന്നു. തൃക്കാക്കരയിലൊക്കെ നമ്മൾ കണ്ടതാണ്. ഇടതുപക്ഷം എത്ര ചിട്ടയാകുന്ന പ്രചരണ പ്രവർത്തനങ്ങളാണ് അവിടെ നടത്തിയത്. എന്നാൽ ഇവിടെ വരുമ്പോൾ തുടക്കത്തിലെ തന്നെ ഇടതുപക്ഷത്തിന് അത്തരത്തിലുള്ളൊരു ആത്മവിശ്വാസം ഇല്ല. കാരണം നിലമ്പൂർ മണ്ഡലം എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കുക എന്നുള്ളത് ഇടതുപക്ഷത്തിന് അത്ര എളുപ്പത്തിൽ നടക്കില്ല എന്നുള്ളത് ഇടതുപക്ഷത്തിന് തന്നെ നല്ല കൃത്യമായ ബോധ്യമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെയാണ് പാർട്ടിയുടെ ഉള്ളിൽ നിന്ന് ഒരു യുവ നേതൃത്വത്തിൽ നിന്ന് പോലും ഞാനാകാം സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞുകൊണ്ട് ആരും പാർട്ടിക്കകത്ത് പോലും മുന്നോട്ട് വരുന്നില്ല. അല്ലെങ്കിൽ പാർട്ടി നേതാക്കന്മാർക്കായാലും അവിടെ ഒരാൾ മുന്നോട്ട് വെക്കാനില്ല. ഇപ്പോഴും തൊട്ടടുത്ത നാളുകൾ വരെ അവരുടെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നത് ആര്യാടൻ ഷൗക്കത്തിന് ചിലപ്പോൾ സീറ്റ് കൊടുക്കില്ല, അപ്പോൾ അദ്ദേഹം പ്രതിഷേധിച്ച് കോൺഗ്രസ് നിന്ന് പുറത്തു വരും. അങ്ങനെയാണെങ്കിൽ ഒരടുത്ത് സ്വതന്ത്രനായിട്ട് ആര്യാടൻ ഷൗക്കത്തെ നിർത്താം എന്നുള്ളൊരു ചിന്ത ഇടതുപക്ഷത്തിനുള്ള പ്രബലമായിരുന്നു. എന്നാൽ ആ സാധ്യത പോലും അടച്ചുകൊണ്ട് കോൺഗ്രസ് എല്ലാത്തരം ശക്തമായിട്ട് ആര്യാടൻ ഷൗക്കത്തിനെ മുന്നോട്ട് കൊണ്ടുവന്നു. അദ്ദേഹത്തിന്റെ പ്രതിയോഗിയായിട്ട് പാർട്ടിക്കുള്ളിൽ ഉയർന്നു വന്നിട്ടിരുന്ന മറ്റാളുകളെല്ലാം വളരെ ജോയിയെ പോലുള്ള ആളുകളെല്ലാം അദ്ദേഹത്തിന് അനുകൂലമായിട്ട് നിൽക്കുന്നു. ഈ അൻവറിൻ്റെതായ തൽക്കാലത്തേക്കുള്ള എതിർപ്പുകളെല്ലാം മാറ്റാൻ കഴിഞ്ഞാലും കോൺഗ്രസിന് ഇനി അൻവർ സ്വതന്ത്രനായി മത്സരിച്ചാൽ പോലും കോൺഗ്രസിനോട് സ്പേസ് ഉണ്ട്, കോൺഗ്രസിനോട് ജയിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥി കാര്യമായിട്ട് പുറത്തേക്ക് വരുന്നില്ല. അതുപോലെ തന്നെ ഈ ഇവിടെ പുതുപ്പള്ളിയിലായാലും അതേപോലെ തൃക്കാക്കരയിലായാലും ഉണ്ടായതുപോലെയുള്ള കൃത്യമായ സംഘടനാപരമായിട്ടുള്ള ഭരണകക്ഷിയുടേതായിട്ടുള്ള സമ്പൂർണ്ണമായുള്ള പ്രചരണ യന്ത്രം ഇവിടെ പ്രവർത്തിക്കാൻ ഈ നാളിതുവരെ വരാതിരിക്കുന്നു. എന്തായാലും അപ്പോഴും PV അൻവറിൽ നിന്ന് ചർച്ച മാറിപ്പോയിട്ടുണ്ടോ എന്ന ഒരു സംശയം കൂടി എനിക്കുണ്ട്. ഞാൻ താങ്കളിലേക്ക് വരാം. അതിനു മുമ്പ് അഡ്വക്കേറ്റ് ശ്രീപ്രകാശ്, ഇവിടെ ഇതാ CPIM-നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രസ്റ്റീജ് പോരാട്ടം ആണ്. അവരുടെ ഒരു MLA ആണ്, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഒരു MLA ആണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ആ സീറ്റ് നിലനിർത്തുക എന്നത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം കഠിനാധ്വാനം ചെയ്യേണ്ടതുണ്ട് എന്നത് സാമാന്യമായ രാഷ്ട്രീയ നിരീക്ഷകർക്കെല്ലാം അറിയാവുന്ന ഒന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ വേണം അവർക്ക് അവിടെ പ്രസന്റ് ചെയ്യാൻ എന്നതാണല്ലോ വസ്തുത. BJPക്ക് എന്താണ് ഇപ്പോഴും പ്രശ്നം? BJP ആ തെരച്ചിൽ എന്തുകൊണ്ട് ഇപ്പോഴും തുടരേണ്ടി വരുന്നു? BJP തെരഞ്ഞെടുപ്പിനെ കാണുന്നത് ഈ തെരഞ്ഞെടുപ്പ് ജനങ്ങളുടെ മുകളിൽ അടിച്ചേൽപ്പിച്ച ഒരു അധിക ഭാരമാണ്. ഈ തെരഞ്ഞെടുപ്പ് നിലമ്പൂരിലെ ജനങ്ങൾ ആഗ്രഹിച്ചതല്ല. ഈ തെരഞ്ഞെടുപ്പ് ആഗ്രഹിച്ചുകൊണ്ടല്ല, ഒരു MLA തെരഞ്ഞെടുക്കാൻ ആഗ്രഹിച്ചുകൊണ്ടല്ല നിലമ്പൂരിലെ ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്. ശരി. അപ്പൊ ജനങ്ങളുടെ മുകളിൽ അടിച്ചേൽപ്പിച്ച ഒരു തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പ് സാധാരണക്കാരനും പാവപ്പെട്ടവനും അവൻ കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്നും ചെലവഴിച്ചുകൊണ്ട് കോടാനുകോടി രൂപ അനാവശ്യമായി ചെലവഴിച്ചുകൊണ്ട് രാജ്യത്തിന്റെ സാമ്പത്തിക തകർച്ചയ്ക്കും രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്കും ദോഷകരമാവുന്ന ഒരു പ്രക്രിയയാണ് ഇവിടെ നടക്കുന്നത്. മറ്റൊരു കാര്യം, ഈ തെരഞ്ഞെടുപ്പ് കൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ എന്തു മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത്? ഈ തെരഞ്ഞെടുപ്പ് കൊണ്ട് കേരളത്തിലെ വികസനത്തിന്റെ കാര്യത്തിൽ എന്തു മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത്?
ഈ തെരഞ്ഞെടുപ്പ് കൊണ്ട് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, നേരത്തെ സംസാരിച്ച ആൾ സൂചിപ്പിച്ചു. നോക്കൂ, ഈ തെരഞ്ഞെടുപ്പ് ആകെ കുറച്ച് ദിവസം മാത്രം നിയമസഭയിൽ പോകാൻ പറ്റാവുന്ന ഒരു MLA യെ തെരഞ്ഞെടുക്കുന്നതുകൊണ്ട് ഈ രാജ്യത്ത് നിലമ്പൂരിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് എന്ത് വികസനമാണ് ഉണ്ടാകാൻ പോകുന്നത്? അത് ആദ്യമായി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ തെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിച്ച ഈ തെരഞ്ഞെടുപ്പിന് കാരണക്കാരായ LDFനെയും അതുപോലെ തന്നെ ഈ ഇവിടുത്തെ MLAയുമാണ് ആദ്യമായിട്ട് നമ്മളിത് കാണേണ്ടത്, ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടേണ്ടത്. കാരണം ഇപ്പോ 9 കൊല്ലക്കാലം ഇടതുപക്ഷത്തിന്റെ MLA ആയി 2 തവണ ജയിച്ച ഇതേ അൻവർ തന്നെ പറയുന്നു, ഇവിടുത്തെ വികസനത്തിന് ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാക്കിയത്, വികസനം തടസ്സപ്പെടുത്തിയത് ഇവിടുത്തെ പാർട്ടിയുടെ മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാരാണ്, നിലമ്പൂരിലെ നേതാക്കന്മാരാണ്, മലപ്പുറം ജില്ലയുടെ പാർട്ടിയുടെ സെക്രട്ടറിയാണ് ഇവിടുത്തെ വികസനം തടസ്സപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ഇത് ഒരു അടിച്ചേൽപ്പിക്കപ്പെട്ട പാവപ്പെട്ട ജനങ്ങളുടെ മുകളിൽ അടിച്ചേൽപ്പിച്ച ഒരു തെരഞ്ഞെടുപ്പാണ്. ഇതിന് യാതൊരു പ്രാധാന്യമില്ലാത്ത തെരഞ്ഞെടുപ്പാണ് എന്നാണ് BJPയുടെ നിലപാട്. മറ്റൊരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, BJPയെ സംബന്ധിച്ച് BJP ദേശീയ ജനാധിപത്യ സഖ്യത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ദേശീയ ജനാധിപത്യ സഖ്യം തീരുമാനിക്കുന്ന ഒരാള് ഇവിടെ സ്ഥാനാർത്ഥിയായിട്ടുണ്ടാകും. ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഒരു സ്ഥാനാർത്ഥി ഇവിടെ ഉണ്ടാകും, ഇവിടെ മത്സരിക്കും, ഇവിടെ BJP ശക്തമായിട്ട് മുന്നോട്ട് പോകും. അപ്പൊ ജനങ്ങളുടെ മുന്നിൽ ജനങ്ങളോട് വിശദീകരിക്കാനുള്ളത്, ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ളത്, ഇവിടെ 9 വർഷക്കാലത്തെ ഈ പറയുന്ന അൻവറിന്റെ പ്രവർത്തനം കൊണ്ടോ MLA എന്ന പ്രവർത്തനം കൊണ്ടോ LDFന്റെ ഭരണം കൊണ്ടോ നിലമ്പൂരിൽ യാതൊരു വികസനവും ഉണ്ടായിട്ടില്ല. മറ്റൊരു കാര്യം, ഇവിടുത്തെ ഇതിനു മുന്നേ ഉണ്ടായിരുന്ന ആര്യാടൻ മുഹമ്മദ് എന്ന് പറയുന്ന കേരളത്തിലെ മന്ത്രിയായിരുന്ന അദ്ദേഹത്തിന്റെ പ്രവർത്തനം കൊണ്ട് ഇവിടെ വികസനം ഉണ്ടായിട്ടില്ല. അത്തരത്തിൽ വികസനമില്ലാത്ത ഒരു നിലമ്പൂരായിട്ട് നിലമ്പൂർ മാറിയിരിക്കുന്നു. നിലമ്പൂർ വലിയ രീതിയിൽ വികസനം ഉണ്ടാകേണ്ട ഒരു സ്ഥലമാണ്. നിലമ്പൂർ വലിയ രീതിയിൽ ഉയർന്നു വരേണ്ട ഒരു സ്ഥലമാണ്. അവിടെ വികസനം ഉണ്ടായിട്ടില്ല. അപ്പൊ BJPയെ സംബന്ധിച്ച് BJPക്ക് സ്ഥാനാർത്ഥിയെ തേടി പോകേണ്ട കാര്യമൊന്നുമില്ല. BJPക്ക് കൃത്യമായി സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള ആളുകളുണ്ട്. BJP ഇവിടെ സഖ്യകക്ഷികൾക്ക് സ്ഥാനാർത്ഥി നിർത്താനുള്ള ആളുകളുണ്ട്. BJPയെ സംബന്ധിച്ച് BJP ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത് കേരളത്തിലെ വികസനത്തിന്റെ ഒരു മോഡൽ ആണ് BJP ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. എങ്ങനെ കേരളം വികസിപ്പിക്കാം, എങ്ങനെ കേരളം വികസിപ്പിക്കാം, കേരളത്തിലെ അഴിമതി എങ്ങനെ ഇല്ലാതാക്കണം ഉയർത്തി കാണിക്കുക. അത്തരം കാര്യങ്ങൾ ജനങ്ങളോട് സംവദിക്കാൻ, അത് ആശയവിനിമയം നടത്താനൊക്കെ ഈ തെരഞ്ഞെടുപ്പ് പോലെയുള്ള സാഹചര്യങ്ങളെയല്ലേ കൂടുതൽ പ്രയോജനപ്പെടുത്തേണ്ടത്. അവിടെ കൃത്യമായ ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകണം, ആ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കണം. ആ സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിലാണല്ലോ ഈ രാഷ്ട്രീയമൊക്കെ പറയേണ്ടി വരുന്നത്. അതിനു പകരം മത്സരിക്കേണ്ടത് തന്നെയുണ്ടോ എന്ന ചോദ്യമടക്കമാണ് BJPക്കകത്ത് നിന്ന് ഉയർന്നത് എന്നാണല്ലോ മനസ്സിലാക്കാൻ സാധിച്ചിരുന്നത്. അങ്ങനെയല്ല, മത്സരിക്കേണ്ടതുണ്ടോ എന്നാൽ ഈ മത്സരത്തിന്, ഈ തെരഞ്ഞെടുപ്പിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് ഞാൻ പറഞ്ഞില്ലേ. ഈ തെരഞ്ഞെടുപ്പ് കൊണ്ട് കേരളത്തിന്റെ വികസനത്തെ എന്ത് ബാധിക്കുന്നു, ഈ കേരളത്തിലെ രാഷ്ട്രീയത്തിന് എന്ത് വ്യത്യാസമാണ് ഉണ്ടാകാൻ പോകുന്നത്, നാട്ടിലെ ജനങ്ങൾക്ക്, നിലമ്പൂരിലെ ജനങ്ങൾക്ക് എന്ത് ഗുണമാണ് ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടാകാൻ പോകുന്നത്, അതാണ് ആദ്യം ചർച്ച ചെയ്യേണ്ടത്. BJPക്ക് ഇവിടെ സ്ഥാനാർത്ഥി ഉണ്ടാകും. BJP കാര്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തും, ജനങ്ങളുടെ മുന്നിൽ ഈ കാര്യത്തിന് പ്രചരണം കൊടുക്കും. ജനങ്ങൾക്ക്, ഇവിടുത്തെ ഈ നിലമ്പൂരിലെ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങളുണ്ട്. നോക്കൂ, ഇവിടെ എത്ര കാലമായിട്ട് 9 കൊല്ലത്തോളം LDF ഇവിടെ MLA ആയിരുന്നു. അതിനു മുൻപ് എത്രയോ കാലം UDFന്റെ ആര്യാടൻ മുഹമ്മദ് അടക്കമുള്ള ആളുകൾ ഇവിടെ MLA ആയിരുന്നു. എന്താണ് നിലമ്പൂരിലെ വികസനം? അതെന്താണ് ചർച്ച ചെയ്യാത്തത്? നമ്മൾ അനാവശ്യ ചർച്ചയിലേക്ക് പോയി ആവശ്യമുള്ള ചർച്ചയിൽ നിന്നും ജനശ്രദ്ധ മാറ്റരുത്. ആവശ്യമുള്ള ചർച്ച എന്താണ്? ഇവിടെ ആര് ജയിച്ചാലും നിലമ്പൂരിലെ ജനങ്ങൾക്ക് വികസനമില്ല എന്ന് നിലമ്പൂരിലെ ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. നിലമ്പൂർ ഒരു ബൈപ്പാസ് നോക്കൂ നിങ്ങൾ, നിലമ്പൂരിൽ ഒരു ബൈപ്പാസ് ഇതേവരെ യാഥാർത്ഥ്യമാക്കാൻ പറ്റിയിട്ടില്ല. നിലമ്പൂരിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ട്രാഫിക് ബ്ലോക്ക് എത്രയാണ്? നിലമ്പൂരിൽ ഒരു ബൈപ്പാസ് ഇവിടെ യാഥാർത്ഥ്യമാക്കാൻ പറ്റിയിട്ടില്ല. നോക്കൂ, നിലമ്പൂരിൽ ഒരു ഗവൺമെന്റ് കോളേജ് ഇല്ല. ഗവൺമെന്റ് കോളേജ് കൊണ്ടുവരുമെന്ന് പറഞ്ഞ് എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ഗവൺമെന്റ് കോളേജ് സ്ഥാപിക്കുമെന്ന് പറഞ്ഞത് ഉമ്മൻചാണ്ടി സർക്കാരാണ്. ആ സർക്കാരിന്റെ കാലത്ത് ഇവിടുത്തെ MLA, UDFന്റെ MLA പ്രമുഖനായിട്ടുള്ള ആര്യാടൻ മുഹമ്മദിന് ഇവിടെ ഒരു ഗവൺമെന്റ് കോളേജ് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഗവൺമെന്റ് കോളേജ് ഞങ്ങൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് ജയിച്ചു പോയവരാണ് ഈ അൻവർ. എവിടെ ഗവൺമെന്റ് കോളേജ് ഇല്ല. ഇവിടെ ഞാൻ പറയുന്നത് ഓരോരോ കാര്യങ്ങൾ. ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ് ഇവിടെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, വൈലാശ്ശേരി ബിന്ദു എന്ന് പറയുന്ന ആദിവാസി നേതാവിന്റെ നേതൃത്വത്തിൽ നിലമ്പൂരിൽ അവർ സമരം നടത്തി. നിലമ്പൂരിൽ അവർ ടെന്റ് കെട്ടി നിലമ്പൂരിൽ ദിവസങ്ങളോട് സമരം നടത്തി. അവർക്ക് എന്താ വേണ്ടത്? അവർക്ക് സ്ഥലം വേണം, വീട് വേണമെന്ന് പറഞ്ഞ് സമരം നടത്തി. ഈ മലപ്പുറം ജില്ലാ കലക്ടർ വന്ന് അവരോട് സംസാരിച്ച് അവർക്ക് വീടും സ്ഥലവും കൊടുക്കാമെന്ന് പറഞ്ഞു. അത് ലംഘിക്കപ്പെട്ടു. ആ വാഗ്ദാനം ലംഘിക്കപ്പെട്ടു. ഇപ്പൊ അവർ കലക്ടറേറ്റിന് മുന്നിൽ സമരത്തിന് പോയിരിക്കുകയാണ്. അഡ്വക്കേറ്റ് ശ്രീപ്രകാശ്, താങ്കൾ പറയുന്നത് പോലെ നിലമ്പൂരുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങളുണ്ട് എന്നതിനപ്പുറത്ത്
പാർട്ടിയെ സംബന്ധിച്ചും ഓരോ തെരഞ്ഞെടുപ്പും പ്രധാനപ്പെട്ടതല്ലേ? കാരണം താങ്കളുടെ പാർട്ടിക്ക് ഇതാ പുതുതായി ഒരു സംസ്ഥാന അധ്യക്ഷൻ ഉണ്ടാകുന്നു. ആ സംസ്ഥാന അധ്യക്ഷൻ ചുമതലയേറ്റതിന് ശേഷം ഉണ്ടാകാൻ പോകുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം BJPക്ക് അവിടെ വലിയ ഒരു പക്ഷേ രാഷ്ട്രീയം അറിയാവുന്നവർക്കെല്ലാം ഉറപ്പിക്കാം BJPയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം വോട്ടുകൾ ലഭിക്കും. പക്ഷെ ചില കണക്കുകളുണ്ടല്ലോ, ഇതിനു മുമ്പ് നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ BJPക്ക് അവിടെ ഉണ്ടാകുന്ന വോട്ട് വളർച്ച, BDJSന്റെ സ്ഥാനാർത്ഥി മത്സരിച്ചപ്പോഴുണ്ടായ വോട്ട് മാറ്റം, പിന്നീട് അത് വീണ്ടും BJP തിരിച്ചു പിടിച്ചപ്പോഴുണ്ടായ സാഹചര്യം, ഇതൊക്കെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ BJPയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതല്ലേ? പ്രത്യേകിച്ച് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു ഏതാനും മാസങ്ങൾക്ക് ശേഷം. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഒരു രാഷ്ട്രീയമായ അളവുകോൽ കൂടിയായി അത് മാറുന്നില്ലേ? BJPയുടെ സംസ്ഥാന അധ്യക്ഷന്റെ നിലപാട് വളരെ കൃത്യമായ നിലപാടാണ്. അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങൾ അതാണ്. അദ്ദേഹം ഈ കേരളത്തിലെ ജനങ്ങളോട് മുന്നിൽ ചോദിച്ച ചോദ്യം അതാണ്. ഈ തെരഞ്ഞെടുപ്പ് കൊണ്ട്, ഉപതെരഞ്ഞെടുപ്പ് കൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക്, അല്ലെങ്കിൽ ഈ മലപ്പുറം ജില്ലയിലെ ജനങ്ങൾക്ക്, നിലമ്പൂർ ജനങ്ങൾക്ക് എന്ത് ഗുണമാണ് ഉണ്ടാവുന്നത്? അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ്. വികസനത്തിന്റെ കാര്യത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടാകാൻ പോകുന്നത്? രാഷ്ട്രീയത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടാകാൻ പോകുന്നത്? അതെ, ആ വസ്തുത വെച്ചാണ് ഞാൻ പറയട്ടെ. BJP ഒരു ഘട്ടത്തിലും തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നിന്നോ പിന്നോട്ട് പോകാത്ത ഒരു പാർട്ടിയാണ്. പിന്നോട്ട് പോയിട്ടില്ല. അദ്ദേഹം മുന്നോട്ട് വെച്ച ചില ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾ സംശയിച്ചാണ് പറയുന്നത് BJPക്ക് സ്ഥാനാർത്ഥി ഉണ്ടാവില്ലെന്ന്. BJPക്ക് മാത്രം സ്ഥാനാർത്ഥി നിർത്താൻ പറ്റില്ല. കാരണം BJP ഒരു സഖ്യമായിട്ട് മത്സരിക്കുകയാണ്. ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ നേതാക്കന്മാർ ഇരഞ്ഞ് തീരുമാനിക്കുന്ന ഒരു സ്ഥാനാർത്ഥി ഈ നിലമ്പൂരിൽ ഇവിടെ ഉണ്ടാകും. ദേശീയ ജനാധിപത്യ സഖ്യത്തിനാണ് സ്ഥാനാർത്ഥി ഉണ്ടാകുക. വളരെ കൃത്യമായ ഉത്തരമാണ്. ആര് മത്സരിക്കണമെന്ന് സംബന്ധിച്ച് NDAക്കകത്ത് ഒരു ധാരണയിലേക്ക് എത്തിയിട്ടുണ്ടോ? ഇല്ല. അതിനെക്കുറിച്ചുള്ള കൃത്യമായ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആർക്കാണ് നിലമ്പൂരിൽ കൂടുതൽ വോട്ട് സമാഹരിക്കാൻ കഴിയുക, ആർക്കാണ് നിലമ്പൂരിൽ കൂടുതലായിട്ട് ജനങ്ങളുമായിട്ട് സമ്പാദിച്ചുകൊണ്ട് ജനങ്ങളുടെ ഹൃദയത്തിൽ കയറാൻ കഴിയുക എന്നതിനെക്കുറിച്ച് കൃത്യമായ ചർച്ച നടത്തിക്കൊണ്ട് ഒന്നെങ്കിൽ BJPയോ BDJSോ ഏതെങ്കിലും ഘടകകക്ഷികളോ ഇവിടെ മത്സരിച്ച് BJPയുടേതായ രീതിയിലുള്ള മുന്നേറ്റം ഇവിടെ ഉണ്ടാക്കും. അത് സംശയമില്ല. കേരളത്തിന്റെ വികസനം, അടിസ്ഥാനപരമായ കേരളത്തിന്റെ വികസനമാണ് BJP ലക്ഷ്യം വെക്കുന്നത്. അഴിമതിയില്ലാത്തൊരു വികസനം ഈ രാജ്യത്ത് കേരളത്തിൽ ഉണ്ടാകണം. അതൊരു നരേന്ദ്രമോദിയുടെ ശ്രീപ്രകാശ് പറയുന്നത് പോലെ ഈ തെരഞ്ഞെടുപ്പ് ഒരു പരിധിവരെ BJP പറയുന്നത് പോലെ ഇതൊരു അടിച്ചേൽപ്പിക്കപ്പെട്ട തെരഞ്ഞെടുപ്പാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയാൻ സാധിക്കില്ല. മാത്രമല്ല ഇനി സമയം താങ്കൾ തന്നെ അത് സൂചിപ്പിച്ചു കഴിഞ്ഞു. പക്ഷേ BJPയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ പറഞ്ഞു പോകാവുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഇതിനെ കണ്ടാൽ മതിയോ? അതായത് ഇതുകൊണ്ട് എന്ത് പ്രയോജനം? പ്രത്യേകിച്ച് പല വികസന വിഷയങ്ങളും BJP മുന്നോട്ട് വയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. പുതിയ അധ്യക്ഷൻ ചുമതലയേറ്റതിന് ശേഷം ഒരു തെരഞ്ഞെടുപ്പാണ്. വഖഫ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തി കാണിക്കുമ്പോൾ ഇപ്പോൾ ഈ നിലമ്പൂരിൻ്റെ പ്രത്യേകത എന്നത് അവിടെ മുസ്ലിം മെജോറിറ്റി ആണ് എന്ന് പറയുമ്പോൾ പോലും വയനാട് ഉൾപ്പെടുന്ന അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിൽ തന്നെ ഒരു പക്ഷേ മറ്റോട്ടുകൾ, ക്രിസ്ത്യൻ വോട്ടുകൾ ഏറ്റവും കൂടുതലുള്ള മണ്ഡലവും നിലമ്പൂരാണ്. ഹൈന്ദവ വോട്ടുകളും അവിടെ ഉണ്ട്. അതുകൊണ്ട് BJPയെ സംബന്ധിച്ചിടത്തോളം ഈ വോട്ട് പാറ്റേണിലെങ്കിലും എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയല്ലേ ഇത്? ഇപ്പോൾ BJPക്ക് ഒട്ടും അവഗണിക്കാൻ പറ്റുന്നൊരു മണ്ഡലമല്ല നിലമ്പൂർ. കാരണം ഇതിനു മുമ്പുള്ള മത്സരങ്ങളിലെല്ലാം വളരെ കൃത്യമായിട്ട് BJPക്ക് വോട്ട് കിട്ടുകയും ഏതാണ്ട് 14,000-ഓളം വോട്ടുകളുടെ ഒരു പിന്തുണ സ്റ്റഡിയായിട്ട് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും BJPയോടെ നിലനിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ BJP പറയുന്നു അടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പാണ്. അടിച്ചേൽപ്പിച്ചത് കേരള സർക്കാരോ അല്ലെങ്കിൽ കോൺഗ്രസോ മറ്റാരെങ്കിലും അല്ല. ഇന്ത്യയിലെ ഭരണഘടനാ സ്ഥാപനമായിട്ടുള്ള നമ്മളെല്ലാം ബഹുമാനിക്കുന്ന ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തു നിന്ന് വന്ന തീരുമാനമാണ്. അത് BJP അടക്കമുള്ള മുഴുവൻ രാഷ്ട്രീയ പാർട്ടികൾക്കും ബാധകവുമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു വശത്ത് നമ്മളിതിനെ സാമൂഹികമായിട്ടും രാഷ്ട്രീയമായിട്ടും ഇത് അടിച്ചേൽപ്പിക്കപ്പെട്ട തെരഞ്ഞെടുപ്പുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ തന്നെ അതിന് ഗൗരവതരമായിട്ടെടുത്ത് അതിലേക്ക് ഇറങ്ങി വരാനും അതിലുണ്ടാകുന്ന ഒരു ജനാധിപത്യ പ്രക്രിയയിൽ അതിശക്തമായി പങ്കെടുത്തുകൊണ്ട് അതൊരു ജനാധിപത്യത്തിന് സത്യം ഉയർത്തിപ്പിടിക്കാനും നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ബാധ്യതയുണ്ട്. അപ്പം അത് ചെയ്യാതെ BJPയെ പോലെ ഒരു പാർട്ടി ഈ ഞങ്ങൾ അടിച്ചേൽപ്പിക്കപ്പെട്ട തെരഞ്ഞെടുപ്പാണ്, ഞങ്ങൾ സമഗ്രമായ വികസനത്തിന്റെ ആളുകളാണെന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്നതിൽ കാര്യമില്ല. അപ്പൊ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ അല്ല, അതിൽ നിന്ന് എന്താണ് താങ്കൾക്ക് മനസ്സിലാവുന്നത്? ഇപ്പോൾ ഈ രാജീവ് ചന്ദ്രശേഖരൻ വന്നതിന് ശേഷം ഒരുതരം പാർട്ടിയെ കൂടുതൽ പ്രൊഫഷണൽ ആക്കുക എന്നുള്ള ചില രീതികളിലേക്ക് പോകുന്നുണ്ടല്ലോ. അപ്പോൾ പ്രൊഫഷണലിസം എന്ന് പറഞ്ഞാൽ അവിടെ മത്സരിക്കാതിരിക്കുക എന്നതല്ലല്ലോ.
മത്സരിക്കുക, ആ മത്സരത്തിൽ കൂടുതൽ കരുത്ത് കാട്ടുക എന്നതല്ലേ ഇവിടെ ഒരു ആത്മവിശ്വാസക്കുറവ്? അല്ല, ഇതിന്റെ ഒരു പ്രശ്നം ഉണ്ടല്ലോ. രാജീവ് ചന്ദ്രസേനെ പോലെ ഒരാള്, അദ്ദേഹത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ബിസിനസ്സുകാരൻ്റെയാണ്, ഒരു രാഷ്ട്രീയക്കാരൻ്റെതല്ല. അപ്പം ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ലാഭം എന്ന് പറയുന്നത് വലിയൊരു ഘടകമാണ്. ലാഭം മോശമാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഒരു ബിസിനസിന്റെ കണ്ണിൽ കൂടി വീക്ഷിക്കുമ്പോൾ ഇന്ന മണ്ഡലത്തിൽ മത്സരിച്ചാൽ അത് ലാഭം, പകുതി വോട്ട് കിട്ടും, അല്ലെങ്കിൽ 4-1 വോട്ട് കിട്ടും. പക്ഷെ മറ്റു ചിലയിടത്ത് മത്സരിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നഷ്ടമാണ്, പണത്തിന്റെ ഇറങ്ങേണ്ടതില്ല. അതൊരു കച്ചവടക്കാരുടെ കണ്ണാണ്. ആ കച്ചവടക്കാരുടെ കണ്ണിലൂടെ രാഷ്ട്രീയത്തെ കണ്ടാൽ അത് വലിയൊരു പ്രശ്നമുണ്ട്. ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മലപ്പുറം ജില്ലയിൽ തന്നെ ക്രിസ്ത്യൻ വോട്ടുകളുടെ വലിയൊരു നിർണായകമായ ഒരു ഘടകം നിലമ്പൂരിലുണ്ട്. ഒരുപാട് ഹൈന്ദവ വോട്ടുകളുണ്ട്, ആദിവാസികളുടെ വോട്ടുകളുണ്ട്, ദളിതരുടെ വോട്ടുകളുണ്ട്. ഈ വ്യത്യസ്ത സമൂഹങ്ങളിൽ നിന്നുള്ള പല ആവശ്യങ്ങളെയും BJP എങ്ങനെയാണ് നോക്കിക്കാണുന്നത്, അല്ലെങ്കിൽ BJP എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത് എന്നുള്ളത് മൊത്തത്തിൽ ജനാധിപത്യവാദികളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ BJP പറയുകയാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഞങ്ങൾ ഇന്ത്യയിൽ ആലോചിക്കാനൊന്നും സമയമില്ല. ഇപ്പം തന്നെ ആര് ഇവിടെ മത്സരിക്കുമെന്നുള്ള കാര്യത്തിൽ BJPൻ്റെ ഉള്ളിൽ വലിയ തർക്കം നടക്കുന്നത് മനസ്സിലാക്കണം, NDAയുമായതിൻ്റെ ഉള്ളിൽ തന്നെ തർക്കം നടന്നത് മനസ്സിലാക്കാൻ. പക്ഷേ സമയം കുറവാണ്. പക്ഷെ ഇവിടെയാണ് വളരെ കൃത്യമായും വ്യക്തമായും പെട്ടെന്ന് തന്നെ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചുകൊണ്ട് മത്സര രംഗത്തിറങ്ങി ഈ മണ്ഡലത്തിൽ ഈ കഴിഞ്ഞ 2 ഘട്ടങ്ങളിലായിട്ട് അൻവർ കൊണ്ടുവന്ന ഒരു രാഷ്ട്രീയവും അതിനിപ്പോൾ തന്നെ അൻവർ തന്നെ അതിനെ കൗണ്ടർ ചെയ്ത വേറൊരു രാഷ്ട്രീയവും വെച്ചുകൊണ്ട് തന്നെ ഇതിൽ നിലപാട് വ്യക്തമാക്കാനും ആ നിലപാടിനെ വെച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് എത്താനും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉത്തരവാദിത്വമുണ്ട്. ആ രാഷ്ട്രീയ പാർട്ടികൾ അങ്ങനെ ചെയ്യുക തന്നെ വേണം. അല്ലാതെ ഇനിയും ഇതിനെ പറഞ്ഞുകൊണ്ട്, കാരണം നമുക്ക് ഇന്നലെ വരെ ഇതൊരു യാഥാർത്ഥ്യമാണ്, ഒരു കൊല്ലം കൊണ്ട് വരാൻ പോകുന്ന MLA ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇതൊരു രാഷ്ട്രീയ പ്രക്രിയയാണ്, ഇതൊരു ജനാധിപത്യ പ്രക്രിയയാണ്. ഇലക്ഷൻ കമ്മീഷൻ മുന്നോട്ട് വയ്ക്കുന്ന ഒരു മത്സരമാണ്. ആ മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ട് അതിനെ അർത്ഥപൂർണ്ണമാക്കുക എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്വം കൂടി രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട്. യെസ്, അവിടെ ആരായിരിക്കും സ്ഥാനാർത്ഥി എന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല. അതോടൊപ്പം ശ്രീ VR അനൂപ് കൂടി, കോൺഗ്രസ് നേതാവ്, ചർച്ചയുടെ ഭാഗമാവുകയാണ്. ശ്രീ VR അനൂപ്, നേരത്തെ ശ്രീ KA ഷാജി ചർച്ചയിൽ പറയുന്നുണ്ടായിരുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ട്രോളാൻ പറ്റുന്നൊരു സമയം തന്നെയാണ്. കാരണം കഴിഞ്ഞ കുറേ ഉപതെരഞ്ഞെടുപ്പുകളടക്കം പരിശോധിച്ചാൽ സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിക്കാൻ സാധിക്കുന്നുണ്ട്. വലിയ ജംബോ പട്ടികയുമായി പോയി വരുന്നു, പിന്നീട് അത് വെട്ടി അവസാനം ഒരു പേരിലേക്കൊക്കെ എത്തുന്ന സാഹചര്യമൊക്കെ മാറിയിരിക്കുന്നു. അതുകൊണ്ട് ട്രോളാം. പക്ഷേ അപ്പോഴും ആ ട്രോളുകൾക്ക് ഇപ്പോൾ വരുന്ന മറുപടി ഉണ്ടല്ലോ, അത് ബീന ജോസഫിനെ അടക്കം ഉയർത്തി കാണിച്ചുകൊണ്ടാണ്. ഈ OLX-ൽ വിൽക്കാൻ വെച്ചിരിക്കുന്ന പ്രൊഡക്റ്റുകളെ ആണോ തേടിയെത്തുന്നത്, അതിനപ്പുറത്ത് OLX-ന് അപ്പുറത്തുള്ള കച്ചവടമാണോ, ഇപ്പോൾ നേരിട്ടുള്ള കച്ചവടമാണോ നടത്തുന്നത്, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ മറു കേന്ദ്രങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ട്. അവിടെ കോൺഗ്രസിന് ഇതേ തരത്തിൽ തന്നെ മറുപടി നൽകേണ്ടതായും വരില്ലേ? ശ്രീ അനൂപ്, കേൾക്കാമോ? യെസ്, പറയൂ. കോൺഗ്രസിനെ സംബന്ധിച്ച് അത്തരത്തിലുള്ളൊരു ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ട് എന്ന് പറയാവുന്ന ഒരു സാഹചര്യമില്ല. കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ്. വ്യത്യസ്ത തരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ ഇലക്ഷന് മുമ്പ് സ്വാഭാവികമാണ്. പക്ഷെ കോൺഗ്രസ് ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതൊരു കോൺഗ്രസ് ഹൈക്കമാൻഡിനെ സംബന്ധിച്ച് അതിന്റെ പട്ടിക കോൺഗ്രസ് ഹൈക്കമാൻഡ് ചില എന്തായാലും ഞാൻ താങ്കളിലേക്ക് വളരെ പെട്ടെന്ന് തിരികെ എത്താം. ശ്രീ ശ്രീപ്രകാശ്, നേരത്തെ ശ്രീ KA ഷാജി സൂചിപ്പിച്ച കാര്യങ്ങൾ താങ്കളും ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമാണ്, പലതരത്തിൽ ഉള്ള സ്വഭാവം ഉണ്ടാകാം. ചിലപ്പോൾ മാസങ്ങൾ മാത്രമായിരിക്കാം, ചിലപ്പോൾ വർഷങ്ങൾ ആ തെരഞ്ഞെടുപ്പിന് ശേഷം ജനപ്രതിനിധികൾക്ക് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കും. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത് മറ്റൊരു തലത്തിലും സ്വാധീനിക്കുന്നില്ല. ശരിയാണ്, ഇവിടുത്തെ ഭരണമാറ്റത്തിനുള്ള ഒരു സാധ്യതയുമില്ല. ആ മണ്ഡലത്തിൽ ഇനിയിപ്പോൾ ആര് ഭരണത്തിൽ എത്തിയാലും അല്ലെങ്കിൽ ആര് MLA ആയാലും അവിടെ വലിയ തോതിലുള്ള വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനുള്ള സമയപരിധിയില്ല. പക്ഷേ ഈ സൂചിപ്പിക്കുന്നത് പോലെ ഒട്ടേറെ വിഷയങ്ങൾ BJPയെയും സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ മറ്റ് മതവിഭാഗങ്ങൾ, ഹൈന്ദവേതര മതവിഭാഗങ്ങൾ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വിഭാഗങ്ങളടക്കം BJPയുമായി കൂടുതൽ അടുക്കുന്നു. മുനമ്പം വിഷയം പോലെയുള്ള വിഷയങ്ങൾ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നു. വഖഫ് എന്നത് വലിയ ചർച്ചയായി മാറുന്നു. ഒരുപക്ഷെ ഓപ്പറേഷൻ സിന്ദൂറൊക്കെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉണ്ടാക്കുന്ന ഒരു പ്രതിഫലനം കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നതൊരു സംശയമുണ്ട്. പക്ഷേ ആ വിഷയത്തിൽ പോലും കോൺഗ്രസിനകത്ത് ചില അഭിപ്രായ ഭിന്നതകളൊക്കെ ഉണ്ടായിരുന്നു. അതിനെ മുതലാക്കാൻ സാധിക്കുന്നുണ്ടോ? ഇങ്ങനെയൊക്കെയുള്ള ഒരു പരീക്ഷണശാലയായി അത് വിജയത്തിലേക്ക് അടുക്കുന്നു, അല്ലെങ്കിൽ വലിയ വോട്ട് വ്യത്യാസം എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. എങ്കിൽ പോലും അതൊക്കെ പരിശോധിക്കുവാനുള്ള ഒരു ഇടം കൂടിയായി നിലമ്പൂർ മാറുന്നില്ലേ? അങ്ങനെ ഒരു അവസരമല്ലേ BJPക്കും നിലമ്പൂർ എന്നത്?
അല്ല, അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. നമ്മെ സംബന്ധിച്ച് രാഷ്ട്രീയം കൃത്യമായി നോക്കിക്കണ്ടുകൊണ്ട് BJP കൃത്യമായി നിലമ്പൂരിലെ രാഷ്ട്രീയവും കേരളത്തിലെ രാഷ്ട്രീയവും കൃത്യമായി നോക്കിക്കണ്ടുകൊണ്ട് വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലും BJPയെ ശക്തിപ്പെടുത്തുക എന്നത് തന്നെയാണ് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് BJPയുടെ ലക്ഷ്യം. ശരി. BJPയുടെ പ്രതിബദ്ധത, രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ BJP ചെയ്യേണ്ട കാര്യങ്ങൾ, ഈ തെരഞ്ഞെടുപ്പുള്ള BJPയുടെ പ്രതിബദ്ധത, ആ പ്രതിബദ്ധതയിൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ചില കാര്യങ്ങൾ, ചില സത്യങ്ങൾ ജനങ്ങളോട് സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. BJPക്ക് സ്ഥാനാർത്ഥിയില്ല എന്ന് വളച്ചൊടിച്ച് BJPക്ക് മത്സരിക്കില്ല, BJP ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുകയില്ല എന്ന് വളച്ചൊടിക്കുക മാത്രമാണ് ഇതിൽ ഉണ്ടായിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ച പോലെ BJPയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷൻ അധികാരത്തിൽ വന്നതിന് ശേഷം, സംസ്ഥാന പ്രസിഡന്റായി സ്ഥാനമെടുത്തതിന് ശേഷം കേരളത്തിലെ രാഷ്ട്രീയത്തെക്കുറിച്ച് കൃത്യമായ ധാരണ അദ്ദേഹത്തിനുണ്ട്. കേരളത്തിലെ പൊളിറ്റിക്സ് എന്താണ് എന്നും കേരളത്തിന് എന്ത് വികസനമാണ് ആവശ്യമെന്നും കേരളം എങ്ങനെ BJPയുടെ കൈപ്പടിയിൽ ഒതുക്കാൻ കഴിയുമെന്നതിനെക്കുറിച്ചുള്ള ഈ തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം നടന്ന യോഗത്തിലടക്കം ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കേണ്ടതുണ്ടോ എന്ന സംശയമൊക്കെ പ്രകടിപ്പിച്ചു. അത്തരത്തിൽ പോലും ചർച്ച നടന്നു എന്ന വിവരം പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ലീന ജോസഫിനെ പോലെയുള്ള ആളുകളെ, മുതിർന്ന നേതാക്കൾ MT രമേശിനെ പോലെ ഒരാൾ പോയി കാണുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ ഒന്ന് കൃത്യമായി BJPക്ക് അല്ലെങ്കിൽ NDAക്ക് അവരുടെ പാളയത്തിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകുമോ എന്ന സംശയം ജനങ്ങൾക്കുണ്ടാകാം. രണ്ടാമത്തെ സംശയം, എന്തിനാണ് ഈ OLXൽ തെരയുന്നു എന്ന് സ്വാഭാവികമായി CPMനെയാണ് കോൺഗ്രസ് ആക്ഷേപിച്ചത് എങ്കിൽ പോലും അത്തരത്തിൽ BJPയും തെരയുന്നോ എന്നൊരു സംശയവും ജനങ്ങൾക്കുണ്ടാകുമല്ലോ. നോക്കൂ, നേരത്തെ ഇവിടെ ഞാൻ പറയാം, അതിലേക്ക് ഞാൻ വരാം. അതിനു മുന്നേ നേരത്തെ ഇവിടെ പറഞ്ഞു, ഒരു ബിസിനസ്സുകാരന്റെ കണ്ണുകളോട് കൂടിയിട്ടാണ് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് എന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും തെറ്റായ ഒരു ധാരണയാണ്, തെറ്റായ ഒരു വിഷയമാണ്. കാരണം ഈ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് കാണുന്നത് കൃത്യമായ രാഷ്ട്രീയ കണ്ണോട് കൂടിയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. വികസനമാണ്, എന്ത് പ്രതിബദ്ധത, ജനങ്ങളോടുള്ള രാഷ്ട്രീയക്കാരൻ എന്ന നിലയ്ക്ക് ജനങ്ങളോടുള്ള പ്രതിബദ്ധതയാണ്, ആ സംശയമാണ് അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചത്. അല്ലാതെ പാർട്ടിക്ക് സ്ഥാനാർത്ഥിയില്ല എന്നല്ല. പിന്നെ മറ്റൊരു കാര്യം, BJPയെ സംബന്ധിച്ച് കേരളത്തിൽ നേട്ടം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു സമീപനം ഉണ്ടാകണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. തീർച്ചയായിട്ടും ജനാധിപത്യത്തിൽ അധികാരത്തിലെത്തുക എന്നതിലെ ജനാധിപത്യ പാർട്ടിയുടെ അന്തിമമായ ലക്ഷ്യം, അധികാരത്തിലെത്തുക, വിജയിക്കുക എന്നാണല്ലോ. തീർച്ചയായിട്ടും അതാണല്ലോ. അപ്പൊ അധികാരത്തിലെത്തുവാനും വിജയിക്കുവാനും വേണ്ടി ചില കാര്യങ്ങൾ, ചില രാഷ്ട്രീയ തീരുമാനങ്ങളും ചില രാഷ്ട്രീയ കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ടാകും സംസ്ഥാന പ്രസിഡന്റ്. ഞാൻ പറയട്ടെ, മറ്റേ ചോദ്യത്തിന് ഉത്തരം പറയാം. BJPയെ സംബന്ധിച്ച് BJPക്ക് നിലമ്പൂരിൽ മത്സരിക്കാൻ കരുത്തരായിട്ടുള്ള 100 കണക്കിന് ആളുകളുണ്ട്. BDJസിന് ആളുകളുണ്ട്. BJPയുടെ സഖ്യകക്ഷികൾക്കൊക്കെ തന്നെ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാകാൻ യോഗ്യരായ ഒരുപാട് ആളുകളുണ്ട്. പിന്നെ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് ഒരു രാഷ്ട്രീയ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ, ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും ചില കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യും. അതിനൊന്നും തെറ്റില്ല. ഒരു രാഷ്ട്രീയ പാർട്ടി നേതാവ് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിനെ കണ്ടു എന്നതുകൊണ്ട് എന്ത് തെറ്റാണുള്ളത്? രാഷ്ട്രീയം സംസാരിച്ചാൽ എന്ത് തെറ്റാണുള്ളത്? അതുകൊണ്ട് എന്താണ് രാജ്യത്ത് സംഭവിക്കാൻ പോകുന്നത്? കാണുകയും സംസാരിക്കുകയും പരസ്പരം യോജിക്കാൻ പറ്റാവുന്ന സ്ഥലത്ത് BJP ഇത്തരത്തിൽ കോൺഗ്രസ് നേതാക്കളായിട്ടുള്ള അതൃപ്തരെയാണോ തിരയുന്നത്? എന്താശങ്കയാണുള്ളത്? മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ടവരെ ഇറക്കി മത്സരിപ്പിക്കാനാണോ സാധ്യത? അത്തരം സംശയങ്ങളുണ്ടാകും. അതാണ് ചോദിച്ചത്. ഞാൻ പറയട്ടെ, അത് രാജ്യത്ത് ഞാൻ ചോദിക്കട്ടെ, ഈ അൻവർ എങ്ങനെയാണ് വന്നത്? അൻവർ ഏത് പാർട്ടിക്കാരനായിരുന്നു? അൻവർ കോൺഗ്രസ്സുകാരനായിരുന്നില്ലേ? PV അൻവർ കോൺഗ്രസ്സുകാരനായിരുന്നില്ലേ? PV അൻവറിന് CPMന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടല്ലേ 2 തവണ മത്സരിച്ച് ജയിപ്പിച്ചത്? അപ്പൊ എത്ര അനുഭവങ്ങൾ. മലപ്പുറം ജില്ലയിലെ ഇപ്പോൾ മന്ത്രിയില്ലേ, മന്ത്രി ഏതാളായിരുന്നു? കോൺഗ്രസ്സുകാരനായിരുന്നില്ലേ? CPM നിർത്തി ജയിപ്പിച്ചില്ലേ? അങ്ങനെ എത്ര അനുഭവങ്ങളുണ്ട്. അങ്ങനെ പല ആളുകളും, ഇപ്പൊ നമ്മുടെ മങ്കട ഇപ്പോൾ ലീഗിന്റെ MLA എത്ര കാലം CPMന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് ജയിച്ചു. ഈ രാഷ്ട്രീയമാകുമ്പോൾ ഈ കോൺഗ്രസിനകത്ത്, നിലമ്പൂരിലെ കോൺഗ്രസ്, ഒരു കാര്യം പറയട്ടെ, നിലമ്പൂരിന്റെ കോൺഗ്രസിനകത്ത് ആര്യാടൻ ഷൗക്കത്തിന്റെ ഈ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള പൊട്ടിത്തെറിയുണ്ട്. അത് കേരളത്തിലെ മൊത്തം കോൺഗ്രസുകാരും ഈ നിലമ്പൂരിൽ വന്ന് ക്യാമ്പ് ചെയ്തുകൊണ്ട് അത് മറക്കുകയാണ് ചെയ്യുന്നത്. ഷൗക്കത്തിന്റെ സ്ഥാനാർത്ഥിത്വം, ആര്യാടൻ ഷൗക്കത്ത് ഇവിടെ മത്സരിക്കുന്നത് സാധാരണ കോൺഗ്രസ്സുകാർക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ശ്രീപ്രകാശ്, ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നത് ഇപ്പോഴും അപ്പോൾ ഒരു കാര്യം, അതായത് ഈ നിലമ്പൂരിൽ ആര് മത്സരിക്കുമെന്നത് സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല എന്നല്ലേ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. താങ്കൾ സൂചിപ്പിച്ചു PV അൻവറിന്റെ കാര്യമാകട്ടെ, അല്ലെങ്കിൽ
ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്തിന്റെ പിതാവടക്കമൊക്കെ പല മുന്നണികളുടെ ഭാഗമായി മത്സരിച്ചിട്ടുണ്ട്. അതൊക്കെ ശരിയാണ്. അപ്പോൾ പുറത്തു നിന്നടക്കം സ്വതന്ത്രരെ അടക്കം അങ്ങനെയൊക്കെയുള്ള നീക്കങ്ങൾ ഇപ്പോഴും തുടരുകയാണ്, അല്ലെങ്കിൽ തെരച്ചിൽ തുടരുകയാണ്. അത് തന്നെയാണല്ലേ വസ്തുത? അങ്ങനെയല്ല. എന്താ ഈ തെരച്ചിൽ എന്ന് ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ല. ബി ജെ പിയെ സംബന്ധിച്ച് ബി ജെ പിക്ക് നേതാക്കന്മാരില്ലാത്തതോ മത്സരിക്കാൻ സ്ഥാനാർത്ഥി ഇല്ലാത്തതോ ആയ ഒരു പ്രശ്നമേ ഉദിക്കുന്നില്ല. ഏറ്റവും കൂടുതൽ ബി ജെ പിക്ക് വോട്ട് സമാഹരിക്കാൻ പറ്റാവുന്ന, വോട്ട് കിട്ടാവുന്ന, അല്ലെങ്കിൽ വിജയിക്കാൻ സാധ്യതയുള്ള ഒരാളെ ഇവിടെ സ്ഥാനാർത്ഥിയാകുന്നതിന് മറ്റു രാഷ്ട്രീയക്കാർക്ക് എന്താണ് കുഴപ്പം? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചോ? സി പി എമ്മിന്റെ സിറ്റിംഗ് സീറ്റ് അല്ലേ? സി പി എം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചോ? ബി ജെ പി സംബന്ധിച്ച് 2-ാം തീയതി വരെ സമയമില്ലേ? 2-ാം തീയതിക്കുള്ളിൽ ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകും. ശരി ഞാൻ താങ്കളിലേക്ക് വരാം. ബി ജെ പിയെ സംബന്ധിച്ച് ബി ജെ പിക്ക് ഇവിടെ ഒരു സ്ഥാനാർത്ഥി ഉണ്ടോ? ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റ് അല്ല, ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റ് അല്ല. ബി ജെ പിക്ക് ഇവിടെ 2-ാം സ്ഥാനത്തും അല്ല. ബി ജെ പിക്ക് ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകും, മുന്നേറ്റം ഉണ്ടാകും. ബി ജെ പി നേതൃത്വം നൽകുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിന് സ്ഥാനാർത്ഥി ഉണ്ടാകും. ആ സ്ഥാനാർത്ഥി ഇവിടെ വലിയ മുന്നേറ്റം ഉണ്ടാകും. നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ ഹിന്ദു സമൂഹവും ക്രിസ്ത്യൻ സമൂഹവും അതുപോലെ തന്നെ ദേശീയതയിൽ ഉറച്ചു നിൽക്കുന്ന ആളുകളും ഒക്കെ തന്നെ ബി ജെ പിയെ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൽ സപ്പോർട്ട് ചെയ്യുമെന്ന തീർച്ചയായും അത് താങ്കളുടെ പ്രതികരണം ഇപ്പോൾ വ്യക്തമാണ്. ഒരുപക്ഷെ ബി ജെ പി അനുഭാവികൾക്കും പോലും ഉണ്ടാകുന്ന ഒരു സംശയമാണ് ഞാൻ താങ്കളോട് ചോദിച്ചത്. നിലമ്പൂരിന് അപ്പുറത്ത് കേരളത്തിലെ ബി ജെ പി അനുഭാവികൾക്കും പ്രവർത്തകർക്കും ഒക്കെ സംശയമുണ്ടായിരുന്നു. അതിപ്പോൾ താങ്കൾ പറയുമ്പോൾ കൂടുതൽ വ്യക്തത വരുന്നുണ്ട്. ബി ജെ പിക്ക് സ്ഥാനാർത്ഥി ഉണ്ടാകും എന്ന് തന്നെയാണ് താങ്കൾ പറയുന്നത്. ശ്രീ വി ആർ അനൂപ, ഇവിടെ ഇതാ ബിനീഷ് കോടിയേരിയുടെ ഒരു പോസ്റ്റാണിത്. ആ പോസ്റ്റ് ബി ജെ പി നേതാവ് എം ടി രമേശ് ചർച്ച നടത്തിയെന്ന ബീനയുടെ വെളിപ്പെടുത്തലിന്റെ ആ ഒരു സ്ക്രീൻഷോട്ടോട് കൂടിയാണ്. ചോദിക്കുന്നത് ഇങ്ങനെയാണ്: ഇത് OLX വഴിയാണോ വിറ്റത്, അതോ നേരിട്ടുള്ള കച്ചവടം ആയിരുന്നോ എന്നതാണ്. അപ്പോൾ നേരത്തെ ഈ ട്രോൾ ആദ്യം ഇറക്കിയത് കോൺഗ്രസ്സുകാരാണ്, CPM ലക്ഷ്യം വെച്ചാണ്. പക്ഷേ OLX നമുക്കറിയാമല്ലോ, അത് പ്രൊഡക്റ്റ് വാങ്ങാനും വിൽക്കാനുമുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അങ്ങനെ കൂടുതൽ ആളുകൾ വിറ്റുപോകുന്നുവെങ്കിൽ അത് കോൺഗ്രസിൽ നിന്നാകുമോ എന്ന സംശയമാണ് ഇവിടെ ബിനീഷ് കോടിയേരി സൂചിപ്പിക്കുന്നത്. ബിനീഷ് കോടിയേരി എന്ത് പറഞ്ഞാലും അഡ്വക്കേറ്റ് ബീന അവരുടെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. അവർ ഇന്ന് പ്രതിപക്ഷ നേതാവിനെ കണ്ട് ചർച്ച നടത്തി. നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളോട് അവർ സംസാരിച്ചിട്ടുണ്ട്. അവർ ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഊർജിതമായി മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് അത്തരം ചർച്ചകളിൽ എന്ത് പ്രസക്തിയാണുള്ളത്? അല്ല, അവിടെ പ്രതിപക്ഷ നേതാവ് VD സതീശന് ചർച്ച നടത്തേണ്ടി വന്നു. അതാണ് അതിന്റെ പ്രസക്തി. അല്ലല്ലോ, അതിനകത്ത് നിലപാട് പറയേണ്ടതാരാ? അവരെന്ത്? അതെന്തുകൊണ്ടാണ് ശ്രീ വി ആർ അനൂപ്, താങ്കൾ സൂചിപ്പിച്ച ഈ വ്യക്തി കേവലം ഒരു നേതാവല്ലല്ലോ കോൺഗ്രസിന്റെ, അവർ DCCയുടെ ജനറൽ സെക്രട്ടറി അല്ലേ? അങ്ങനെ ഉത്തരവാദിത്വത്തിലിരിക്കുന്ന ഒരു നേതാവിന് ആ നിമിഷമല്ലേ തള്ളിക്കളയേണ്ടത്? അല്ലല്ല അനൂപ്, അതായത് താങ്കൾ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. താങ്കളെ അഡ്വക്കേറ്റ് ശ്രീപ്രകാശ് വന്ന് കൂടിക്കാഴ്ച നടത്തുന്നു. എപ്പോഴാണ് തിരുത്തേണ്ടത്? കൂടിക്കാഴ്ച നടത്തുന്ന നിമിഷമാണ് തിരുത്തേണ്ടത്. അങ്ങനെയല്ലല്ലോ സാഹചര്യം ഉണ്ടായത്. പ്രതിപക്ഷ നേതാവുമായി സംസാരിച്ച ശേഷമല്ലേ തിരുത്തിയത്? അല്ല, അവർ തന്നെ അതിൽ വിശദീകരിച്ചത് താങ്കൾ കേട്ടു കാണും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവർ പറഞ്ഞത് എന്താ? അവർ പറഞ്ഞത് അവരുടെ അഡ്വക്കേറ്റ് ഓഫീസിൽ ഒരു ക്ലയന്റ് എന്ന നിലയ്ക്ക് BJPയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാവ് MT രമേശ് വരുന്നു. ആ ക്ലയന്റ് എന്ന നിലയ്ക്കാണ് അദ്ദേഹം വന്നെന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിഷേധിക്കേണ്ടത് MT രമേശ് അല്ലേ? അത് പറഞ്ഞതോടുകൂടി ചാപ്റ്റർ ഈസ് ക്ലോസ്ഡ് ഫോർ എവർ. അവിടെ വേറെ എന്താണ് പ്രശ്നമുള്ളത്? വളരെ കൃത്യമാണ്. ഇവിടെ BJPയുടെ പ്രതിനിധി പറയുന്നത് എന്താ? അദ്ദേഹം പറയുന്നത് കോൺഗ്രസിനകത്ത് വലിയ പൊട്ടിത്തെറി ഉണ്ടാകുമെന്ന. CPMന്റെ ബന്ധപ്പെട്ട ആളുകളും ഗോവിന്ദ മാസ്റ്റർ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് കോൺഗ്രസിന് വലിയ പൊട്ടിത്തെറി ഉണ്ടാവുന്നു. കോൺഗ്രസിന് ഒരു ഓലപ്പടക്കം പൊട്ടുന്ന ശബ്ദം പോലും ഇവർ പ്രതീക്ഷിക്കേണ്ടതില്ല. BJPയെ സംബന്ധിച്ച് അല്ലെങ്കിൽ അങ്ങനെ തള്ളിക്കളയാനാകുമോ? ശ്രീ അനൂപ്, ഓലപ്പടക്കമാണോ? KPCC മുൻ അധ്യക്ഷനായ K സുധാകരനെ നിങ്ങൾക്ക് ഓലപ്പടക്കമായി കണക്കാക്കാൻ പറ്റും? അല്ല, K സുധാകരൻ ഇന്ന് നിങ്ങൾ സംഘടിതമായ പല ശ്രമങ്ങളും നടക്കുന്നു. K സുധാകരൻ എന്താ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് വളരെ കൃത്യമല്ലേ? അതിന്റെ ടെക്സ്റ്റ് താങ്കൾക്ക് പരിശോധിക്കാം. അദ്ദേഹം പറഞ്ഞത് എന്താ? പ്രതിപക്ഷ നേതാവിനെ ഏകപക്ഷീയമായി കുറ്റം പറയേണ്ടതില്ല. പ്രതിപക്ഷ നേതാവ് ഒറ്റയ്ക്കെടുക്കുന്ന ഒരു തീരുമാനമാണോ അത്? പ്രതിപക്ഷ നേതാവിന് അങ്ങനെ ഒറ്റയ്ക്ക് ഒരു തീരുമാനമെടുക്കാൻ കഴിയുമോ? അതൊരു കളക്റ്റീവ് ലീഡർഷിപ്പിന്റെ ഭാഗമാണ്. പ്രതിപക്ഷ നേതാവിനെ ഏകപക്ഷീയമായി ആക്രമിക്കുന്നത് ശരിയല്ല എന്ന് മുൻ KPCC പ്രസിഡന്റ് കൂടിയായ K സുധാകരൻ പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവിന് ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാൻ കഴിയില്ല. K സുധാകരൻ എന്ന് പറഞ്ഞ് ഹെഡ്ലൈൻ കൊടുത്ത് ആഘോഷിക്കുന്നതിനെയല്ലേ വിമർശിക്കേണ്ടത്? K സുധാകരന്റെ പറഞ്ഞതിന്റെ പൂർണ്ണമായ ടെക്സ്റ്റ് പുറത്തു വന്നിട്ടില്ലേ? നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതല്ലേ? മാധ്യമങ്ങൾക്ക് മുന്നിൽ സ്വാഭാവികമാണല്ലോ അങ്ങനെയൊക്കെയല്ലേ ടെസ്റ്റുകൾ പുറത്തു വരിക എന്നുള്ളത്.
അതിനുശേഷമൊക്കെ അതിപ്പോൾ ഈ കോ- കെ സുധാകരനെ മാറ്റുന്നതും മാറ്റാത്തതുമായി ബന്ധപ്പെട്ടൊക്കെ എന്തെല്ലാം പ്രതികരണങ്ങൾ വന്നു എന്ന് നമുക്കറിയാം. സുധാകരൻ തന്നെ സംസാരിച്ചത് എന്താണ് എന്നറിയാം. അവിടെയൊക്കെ പാലിക്കുന്ന മിതത്വം പോലെയല്ലല്ലോ ഈ പാർട്ടിക്കകത്തൊക്കെ നടക്കുന്ന കാര്യങ്ങൾ. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ അത്യാവശ്യമൊക്കെ പൊതുജനങ്ങൾക്കുമൊക്കെ അറിയാൻ പറ്റില്ല ശ്രീ അനൂപ്. അല്ല, കോൺഗ്രസ് പോലൊരു പാർട്ടിയിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടായ സാഹചര്യമൊക്കെ ഉണ്ട്. ഞാനത് നിഷേധിക്കുന്നില്ല. ഞങ്ങളുടെ പാർട്ടി ഇരുമ്പ് മറയുള്ള ഒരു പാർട്ടിയാണെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ലല്ലോ. നിങ്ങൾക്ക് ചില ന്യൂസുകളൊക്കെ കിട്ടാം. പക്ഷേ ഈ കോണ്ടെക്സ്റ്റിൽ എന്താണ് സംഭവിച്ചത് വളരെ കൃത്യമാണ്. അൻവർ പ്രതിപക്ഷ നേതാവിനെ ആക്രമിക്കുന്നത് എന്തെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, അങ്ങനെ പ്രതിപക്ഷ നേതാവിനെ ആക്രമിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയല്ല, അൻവറിനോട് ഞാനത് തിരുത്താൻ പറയും. പിന്നെ ഈ തീരുമാനം പ്രതിപക്ഷ നേതാവ് അങ്ങനെ ഒറ്റയ്ക്കെടുത്തൊരു തീരുമാനമല്ല, കളക്ടീവ് ലീഡർഷിപ്പിന്റെ ഭാഗമാണ്. അങ്ങനെ ഒറ്റയ്ക്കൊരു തീരുമാനം എടുക്കാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞത് നിങ്ങൾ സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റി പ്രതിപക്ഷ നേതാവിന് ഒറ്റയ്ക്കെടുക്കാൻ തീരുമാനമെടുക്കാൻ പറ്റില്ല, കെ സുധാകരൻ എന്ന് പറഞ്ഞ് ആഘോഷിക്കുകയാണ്. ആ ഒരു മാധ്യമ പ്രവർത്തന ശൈലിയെയാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് വിമർശിച്ചത്. നിങ്ങൾക്ക് വസ്തുതകൾ പറയാം, വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാം, പക്ഷെ വസ്തുതകൾ വസ്തുതകളായിരിക്കണം. അതിന് പക്ഷേ പകരം ലീഗിനടക്കം ഈ വിഷയത്തിൽ PV അൻവർ വിഷയം കൈകാര്യം ചെയ്തതിൽ അടക്കമുള്ള അതൃപ്തി ഉണ്ടല്ലോ. UDF-ൽ കൃത്യമായ അതൃപ്തി ഉണ്ടല്ലോ. ലീഗ് പറഞ്ഞിട്ടുണ്ടോ? താങ്കൾ പറയുന്നു, താങ്കൾക്ക് ഇഷ്ടമുള്ള വാക്ക് ലീഗിന്റെ നാവിൽ തിരികെയല്ല ലീഗ് പറഞ്ഞിട്ടുണ്ട് അതൃപ്തിയുണ്ടെന്ന്. ലീഗ് നേതാക്കൾ കോൺഗ്രസ് നേതാക്കളുമായി നിരന്തരമായ കമ്മ്യൂണിക്കേഷനില്ലേ, ഇപ്പോഴും അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ ഇതൊരു പ്രതീതി ഉണ്ടാക്കുകയാണ്, ഇതൊരു അജണ്ട സൃഷ്ടിക്കുകയാണ്. അതെങ്ങനെയാണ് ശ്രീ അനൂപ് ഇതൊരു അജണ്ട സൃഷ്ടിക്കലാകുന്നത്? ഇപ്പോൾ ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞത്, മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി ഈ നിലമ്പൂരിലും നേരത്തെ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കോൺഗ്രസിന് സാധിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. അത് തീർച്ചയായും കോൺഗ്രസിന്റെ മികവാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. പക്ഷേ അങ്ങനെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു എന്ന് പറയുമ്പോൾ പോലും PV അൻവർ എന്ന ആ വിഷയത്തിനപ്പുറത്തേക്ക് കോൺഗ്രസിന് ഇപ്പോഴും പോകാൻ സാധിക്കുന്നുണ്ടോ? ഇപ്പോൾ കളിക്കാരൻ ആരെ എന്ന് തീരുമാനിച്ചു, പക്ഷേ കളവും ഒരുങ്ങിക്കഴിഞ്ഞു. പക്ഷേ ആ കളത്തിലേക്ക് ഇറങ്ങി കളിക്കാൻ ഇപ്പോഴും കോൺഗ്രസിന് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. PV അൻവർ എന്ന് പറയുന്നത് കോൺഗ്രസിനെ പിന്തുണയ്ക്കുമെന്ന് ഇങ്ങോട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരാളാണ്. ഇനി അദ്ദേഹം UDF മുന്നണിയുടെ ഭാഗമല്ലല്ലോ ഈ നിമിഷം വരെ. അദ്ദേഹത്തിന് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറയാനാണ് അദ്ദേഹം പറഞ്ഞോട്ടെ. കോൺഗ്രസ് പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞത് എന്താ? PV അൻവറിന് അദ്ദേഹത്തിന്റെ നിലപാട് സ്വീകരിക്കാം. അദ്ദേഹം ആ നിലപാട് രൂപീകരിക്കാനുള്ള പരിശ്രമത്തിലാണ്. 2 ദിവസമാണ് അദ്ദേഹത്തിന് സമയം ചോദിച്ചിട്ടുള്ളത്. ആ 2 ദിവസമെങ്കിലും നിങ്ങൾ അദ്ദേഹത്തിന് അത് അനുവദിച്ചു കൊടുക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ ഇതിനകത്ത് ഞങ്ങളുടെ പാർട്ടിക്കകത്ത് ആഭ്യന്തര പ്രശ്നങ്ങളില്ല, ഞങ്ങളുടെ മുന്നണിക്കകത്ത് ആഭ്യന്തര പ്രശ്നങ്ങളില്ല. പിന്നെ ഞങ്ങളുടെ മുന്നണിയുടെ ഭാഗമല്ലാത്ത, ഞങ്ങളെ സഹായിക്കുമെന്ന് പറഞ്ഞ ആൾ എന്തെങ്കിലും പറയുന്നതിന്റെ ഉത്തരവാദിത്വം ഞങ്ങൾ എന്താണ് എടുക്കുന്നത്? ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ മുന്നണിയിലോ ഞങ്ങളുടെ പാർട്ടിയിലോ എന്തെങ്കിലും തരത്തിലുള്ള ആഭ്യന്തര പ്രശ്നമുണ്ടെങ്കിൽ അതിനെ അഡ്രസ് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. ഇവിടെ തുടക്കം മുതൽ ഒരു മാധ്യമം പറഞ്ഞു ഇവിടെ VS ജോയ് അസ്വസ്ഥനാണ്, അസ്വസ്ഥത പ്രകടിപ്പിച്ചു. ഇവിടെ ഇത്തരം ഒരു സ്ഥാനാർത്ഥി വന്നപ്പോൾ ആദ്യം തന്നെ ആ പ്രഖ്യാപിക്കപ്പെട്ട നിമിഷം, പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ച നിമിഷം മുതൽ ഈ നിമിഷം വരെ ഏറ്റവും സജീവമായി സ്ഥാനാർത്ഥിയെ പിന്തുണച്ചുകൊണ്ട് സംഘടനാപരമായി നേതൃത്വം നൽകുന്ന DCC പ്രസിഡന്റ്, അതുപോലെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ, സംസ്ഥാന നേതാക്കന്മാർ തൊട്ട് ബഹുമാന്യനായ പാണക്കാട് തങ്ങൾ തൊട്ട് നിലമ്പൂരിലെ ഏറ്റവും പ്രാദേശിക ഘടകത്തിൽ പ്രവർത്തിക്കുന്ന ലീഗുകാരൻ വരെ അവിടെ സജീവമാണ്. ഇവിടെ അടിസ്ഥാനപരമായി നിങ്ങൾ ഇന്ന് സൃഷ്ടിച്ച കോൺഗ്രസിനകത്ത് പ്രതിസന്ധി ഉണ്ട് എന്ന് നിങ്ങൾ എന്ന് പറയുമ്പോൾ മാധ്യമപ്രവർത്തകർക്ക് അങ്ങനെ എന്ത് ആവശ്യമാണുള്ളത് ശ്രീ അനൂപ്? ഇങ്ങനെ ഒരു പ്രതീതി സൃഷ്ടിക്കുക എന്നുള്ളത്, അതായത് കോൺഗ്രസിന്റെ ചർച്ചകൾ എവിടെയാണ് ചുറ്റിപ്പറ്റി നിൽക്കുന്നത്, കോൺഗ്രസ് ഇപ്പോൾ നേരിടുന്ന വിഷയം എന്താണ്, ആ പ്രതിസന്ധി എന്താണ്, അതുമാത്രമാണ് ഞങ്ങൾ പറയുന്നത്. അത് റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ അത് സ്വാഭാവികമാണ്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ ടെക്നിക്കലി അൻവർ UDF-ന്റെ ഭാഗമല്ലല്ലോ, തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവല്ലേ എന്നതൊക്കെ ചോദിക്കാവുന്ന ചോദ്യമാണ്. പക്ഷെ കോൺഗ്രസ് ഇപ്പോഴും ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം, സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് ശേഷം ചുറ്റിപ്പറ്റി നിൽക്കുന്നത് അതേ PV അൻവറിൽ തന്നെയാണ്, ആ വിഷയത്തിലാണ്. ആ വിഷയത്തിനപ്പുറത്തേക്ക് ഒരു കൃത്യമായ തീരുമാനം, അല്ലെങ്കിൽ PV അൻവർ വേണ്ട അല്ലെങ്കിൽ വേണം, എങ്ങനെ ഉൾക്കൊള്ളും, ഇതിലൊന്നും ഒരു കൃത്യമായ മറുപടി കോൺഗ്രസിന് ഇപ്പോഴും നൽകാൻ സാധിക്കുന്നുണ്ടോ? കോൺഗ്രസിന് ഏത് വിഷയത്തിലാണ് മറുപടി ഇല്ലാത്തത്? കോൺഗ്രസ് വളരെ കൃത്യമായി ഓരോ വിഷയത്തിലും പ്രതികരിക്കുകയല്ലേ. പ്രതിപക്ഷ നേതാവ് ഇന്നലെ പറഞ്ഞു, ഇന്ന് അദ്ദേഹം പറഞ്ഞു, ഇന്നലെ പറഞ്ഞതിൽ നിന്ന് കൂടുതലായിട്ട് ഒന്നും പറയാനില്ലാന്ന്. ഇവിടെ നിങ്ങൾ പറയുന്നു
അൻവർ എന്ന വിഷയത്തിൽ നിന്ന് ചുറ്റിപ്പറ്റി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അൻവറിനെ അങ്ങനെ ഒരു വിഷയമാക്കി നിർത്തേണ്ടത് ആരുടെ ആവശ്യ? ഞങ്ങളെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഞങ്ങൾ ഉയർത്തുന്ന നിരവധിയായ ആവശ്യങ്ങളുണ്ട്. അത് അൻവർ എന്ന വ്യക്തിയല്ല വിഷയം. അൻവർ ഉന്നയിച്ച വിഷയങ്ങളുണ്ട്. കേരളത്തിലെ CPM-ന്റെ ഭരണം, കേരളത്തിലെ പിണറായി വിജയന്റെ പോലീസിംഗ് സംഘപരിവാർവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. ഏറ്റവും ഉന്നതരായ ശരി. പക്ഷേ അൻവർ കോൺഗ്രസിനെ കുറിച്ച് ഉന്നയിച്ച ആരോപണങ്ങളിൽ നിന്ന് നിരവധിയാണ്. കാല് പിടിക്കുമ്പോൾ മുഖത്ത് ചവിട്ടുന്നു എന്ന് പറയുന്നത് അടക്കമുള്ള വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യണ്ടേ ശ്രീ അനൂപ്? അല്ല, ഇവിടെ അൻവർ ഉന്നയിച്ച അല്ലെങ്കിൽ കഴിഞ്ഞ 8 വർഷമായി 9 വർഷമായി ഞങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരുന്ന ചില വിഷയങ്ങളുണ്ട്. അത് അൻവർ ഉന്നയിച്ച വിഷയം എന്നതിനേക്കാൾ കേരളത്തിലെ പ്രതിപക്ഷം ഉന്നയിച്ച വിഷയങ്ങൾ ഒരു ഘട്ടത്തിൽ അൻവർ കൂടി ആവർത്തിച്ചു എന്നേ ഉള്ളൂ. ആ വിഷയങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യേണ്ടത്. അല്ലാതെ വ്യക്തിപരമായി അൻവറിന്റെ നിലപാട് എന്തെന്നുള്ളതല്ല. അദ്ദേഹം ഇലക്ഷൻ സ്വീകരിക്കാൻ പോകുന്ന നിലപാടല്ല. അദ്ദേഹം ഇലക്ഷന് മുൻപ് പറഞ്ഞ കാര്യങ്ങളുണ്ട്, ഞങ്ങൾ ആവർത്തിച്ച കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ടൊരു ഭരണകക്ഷി MLA-ക്ക് രാജിവെക്കേണ്ടി വന്നു എന്നുള്ള സാഹചര്യമുണ്ട്. പിന്നെ അദ്ദേഹം UDF-ന്റെ ഭാഗമായി നിൽക്കുന്ന ഒരാളല്ല, കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമല്ല. പുറത്തു നിൽക്കുന്ന ഒരാൾക്ക് എന്ത് നിലപാട് വേണമെങ്കിലും സ്വീകരിക്കാം. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് തന്നെ PD സതീശൻ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞില്ല അൻവറിന്റെ നിലപാട് അദ്ദേഹം സ്വീകരിക്കേണ്ടതെന്ന്. അദ്ദേഹത്തിന് സ്വീകരിക്കാനുള്ള സാവകാശം നിങ്ങൾ അനുവദിക്കണം. നിങ്ങൾ അദ്ദേഹത്തെ 2 ദിവസത്തെ സാവകാശവും സമയവും ചോദിച്ച ഒരാളുടെ മനോഗതങ്ങൾ ഇതൊക്കെയാണ് എന്ന് മണിക്കൂറിന് വാർത്ത പടച്ചു വിടുന്നവർക്ക് എന്ത് വേണമെങ്കിലും പറയാം. അല്ല, വാർത്ത പടച്ചു വിടുകയല്ല ശ്രീ അനൂപ്. ഈ മണിക്കൂറുകൾക്കനുസരിച്ച് പ്രതികരണങ്ങൾ പല കോണുകളിൽ നിന്നുണ്ടാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുണ്ട്. സ്വാഭാവികമായുള്ള ഒരു തെരഞ്ഞെടുപ്പല്ലേ. ഞാൻ താങ്കളിലേക്ക് വരാം. ഇപ്പോൾ ശ്രീ സലീം മടവൂർ കൂടിയുണ്ട്. റൈറ്റ്. ഞാൻ വളരെ പെട്ടെന്ന് വരാം. ശ്രീ സലീം മടവൂർ, ഇതാ ഈ ട്രോൾ ഇപ്പോഴും തുടരുന്നുണ്ട്. ഏറ്റവും ഒടുവിലായി ശ്രീ അബ്ദുറബിൻ്റെ ഒരു ട്രോളുണ്ട്. അതായത് കാലാവസ്ഥ പ്രതികൂലമാണ്, അതുകൊണ്ട് ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചു എന്നതാണ് അബ്ദുറബിൻ്റെ പോസ്റ്റ്. ഈ തെരച്ചിൽ അവസാനിപ്പിച്ച് എന്തെങ്കിലും കണ്ടെത്തിയോ എന്ന് ഇടതുപക്ഷത്ത് ഉള്ളവർക്ക് വ്യക്തത വന്നിട്ടുണ്ടോ? അല്ല, ഇവിടെ സ്ഥാനാർത്ഥി ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ പ്രയാസം ഉണ്ടാവില്ല. അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതുപോലെ മത്സരിക്കുന്ന CPIM-ന് അവരൊരു സ്ഥാനാർത്ഥിയെ ആരെ വേണമെങ്കിലും അവർക്ക് തെരഞ്ഞെടുക്കാം. അതിന് വേറെ ഉന്തും തള്ളുവൊന്നും ഉണ്ടാവില്ല. അപ്പൊ കോൺഗ്രസിലുള്ളത് പോലെ കുറെ ഭൈമി കാമുകന്മാർ സ്ഥാനാർത്ഥിപ്പായിടുക. ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയെ കുറിച്ച് UDF-ൽ നാളെ ഘടകകക്ഷിയാക്കും. ഇന്നും UDF ആണെന്ന് അനൂപ് പറയുന്ന TV അൻവർ പറയുന്നത് ഇടതുപക്ഷവുമായി ചർച്ച നടത്തിയെന്ന് ആരോപിക്കുന്ന അവരാണ്. ഞങ്ങളുമായി ചർച്ച നടത്തിയ ആളാണെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പറഞ്ഞിട്ടില്ല, LDF പറഞ്ഞിട്ടില്ല. UDF-നെ പിന്തുണയ്ക്കും, UDF-ന്റെ ഘടകകക്ഷിയാക്കുമോ ഇല്ലയോ എന്ന് ഇനിയും വിട്ടു പറയാതെ കൂടെ നിർത്തുമെന്ന് പറയുന്ന UDF-ന്റെ അന്തപുരങ്ങളിലൂടെ ചുറ്റിക്കറങ്ങുന്ന TV അൻവറാണ് പറഞ്ഞത് ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയാവാൻ ശ്രമിച്ചു എന്നുള്ള ഒരു ആരോപണം ഉന്നയിച്ചത്. ആ വ്യക്തി ഇപ്പോഴും അവിടെ ഉണ്ട്. അതേപോലെ മത്സരിക്കുന്നില്ല എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇതിനെ ഞാൻ പിന്തുണയ്ക്കുന്നത് പറയുന്ന DCC പ്രസിഡന്റ് VS ജോയിയുടെ സംസാരത്തിലെ ആ ബോഡി ലാംഗ്വേജ് നമ്മൾ കണ്ടതാണ്. അദ്ദേഹം വളരെ ദുഃഖത്തിലാണ്. അപ്പൊ അത്തരമൊരവസ്ഥ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഉണ്ടാവില്ല. അതേപോലെ ഒരു DCC-യുടെ ഭാരവാഹി BJP നേതാവുമായി ചർച്ച നടത്തിയെന്ന് അവരെ കൈയും കാലും പിടിച്ച് എങ്ങനെയോ പിടിച്ചു നിർത്തിയെന്നാണ് പറയുന്നത്. അപ്പൊ അത്തരം ദയനീയമായ രാഷ്ട്രീയ സാഹചര്യം അല്ല ഇടതുപക്ഷ ജനാധിപത്യം. പക്ഷെ അല്ലെങ്കിൽ പോലും ഇപ്പോഴും ഒരു സ്ഥാനാർത്ഥിയായിട്ടില്ലല്ലോ ശ്രീ സലീം മടവൂർ. അല്ല, അതല്ല ഞാൻ പറയുന്നത്. അതിന്റെ സമയമാകുമ്പോൾ നോമിനേഷൻ കൊടുക്കുന്ന സമയത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഏറ്റവും ഇവിടെ ഈ ഐക്യമുന്നണി ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം, ഐക്യമുന്നണിയിൽ ഓരോ ആളുകൾ രംഗപ്രവേശം ചെയ്യുക, ഞാനാണ് യോഗ്യൻ എന്ന് പറഞ്ഞ് രംഗപ്രവേശം ചെയ്യുകയും ക്യാമ്പയിൻ ചെയ്യുകയും സീറ്റ് പിടിച്ചെടുക്കുകയും ചെയ്യാം. ഇവിടെ AICC-യുടെ ഹൈക്കമാൻഡിൽ കൂടുതൽ സ്വാധീനമുള്ള ആളുകൾക്ക് സീറ്റ് കിട്ടുന്നു, ഭീഷണിപ്പെടുത്താൻ കഴിയുന്ന ആളുകൾക്ക് സീറ്റ് കിട്ടും, പണമുള്ള ആളുകൾക്ക് സീറ്റ് കിട്ടും. അത്തരം ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത്. തിരിച്ച് ഇവിടെ അങ്ങനെയല്ല. ഇവിടെ പാർട്ടികൾ CPIM-ന്റെ സീറ്റാണ്. അപ്പൊ CPIM ചർച്ച ചെയ്ത് അവരുടെ ലോക്കൽ കമ്മിറ്റി ബ്രാഞ്ച് കമ്മിറ്റിയിൽ നോക്ക് റിപ്പോർട്ട് വാങ്ങി ഏറ്റവും അനുയോജ്യനായ സ്ഥാനാർത്ഥി ആരാണെന്ന് നോക്കിയിട്ട് പാർട്ടി അങ്ങോട്ട് കൊടുക്കണം. മറ്റൊരു പാർട്ടിയെ ഭീഷണിപ്പെടുത്തി ഇങ്ങോട്ട് വാങ്ങാണ്. ഇത് തിരിച്ച് അല്ല, അതാണ് ഞങ്ങൾ നേരത്തെ താങ്കൾ ഈ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നു. അതാണ് ശ്രീ KA ഷാജി അടക്കമുള്ളവരൊക്കെ പറഞ്ഞതിൽ ഒരു പ്രധാനപ്പെട്ട പോയിന്റ്. പാർട്ടിക്ക് കൃത്യമായ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ പറ്റാതെ പോകുന്നു. പാർട്ടിയോട് സ്ഥാനാർത്ഥിയാകാൻ താല്പര്യമുള്ളവരുടെ അല്ലെങ്കിൽ താല്പര്യം പ്രകടിപ്പിക്കുന്നവരും ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇതിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് എന്നത് ഏതാണ്ട് ഉറപ്പിച്ചിരുന്നതൊക്കെ ആണല്ലോ. അതിന് ഇത്രയും സമയം വേണമോ എന്നുള്ളതാണ്. വേണല്ലോ. നിലമ്പൂർ പോലെ ഇപ്പൊ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുത്ത് വിജയിപ്പിച്ച ഒരു വ്യക്തി MLA ഒരു കാരണവുമില്ലാതെ അദ്ദേഹം എന്തിനാ രാജി? കോൺഗ്രസ് കാത്തു നിൽക്കുന്നുണ്ടല്ലോ. അയാൾ എന്തിനാ രാജിവെച്ചു എന്ന് പറയാം. അയാൾ പത്രസമ്മേളനത്തിൽ പരസ്യമായി പറഞ്ഞില്ലേ, സ്വർണ്ണക്കള്ളക്കടത്ത് പോലീസ് പിടിക്കുന്നത് എന്തിനാണ്?
ഇവിടെ കസ്റ്റംസും അതേപോലെ തന്നെ ED-യും അതേപോലെ തന്നെ മറ്റ് ഏജൻസികൾ പിടിക്കേണ്ട ആദായ നികുതി വകുപ്പൊക്കെ പിടിക്കേണ്ട അതൊക്കെ വളരെ നേരത്തെ നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇപ്പോൾ എന്തായാലും ഇവിടെ ഇതാ തെരഞ്ഞെടുപ്പ് മുന്നിലെത്തിയെന്നേ. അല്ലല്ല, താങ്കൾ ഈ പറയുന്ന ചരിത്രമൊക്കെ ഇനി പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞു, ആ അധ്യായം കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് നിലമ്പൂരിൽ ആരാണ് സ്ഥാനാർത്ഥി എന്നത് അറിയുക എന്നുള്ളതാണ്. അതിന് ഇത്രയും സമയം വേണോ? ഇത്രയും വലിയ ആത്മവിശ്വാസത്തിൽ, പ്രത്യേകിച്ച് മൂന്നാം തവണയും അധികാരത്തിലേറാൻ പോകുന്ന ഒരു പിണറായി വിജയൻ സർക്കാരിന് നിലമ്പൂർ പോലെ ഒരു മണ്ഡലത്തിലേക്ക് ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ സാധിക്കുന്നില്ലേ? അല്ല, ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞു വരുന്നത്, അത്തരം സാഹചര്യത്തിൽ MLA സ്ഥാനം സ്വന്തം സ്ഥാപിത താല്പര്യത്തിന് വേണ്ടി രാജിവെച്ച് ഈ മഴക്കെടുതിയിലും വെള്ളപ്പൊക്ക ദുരിതം ഈ നിലമ്പൂരിൽ എത്രയോ മൃതശരീരം കണ്ടെത്തിയ സാഹചര്യം നമ്മൾ മറന്നുപോയത് കഴിഞ്ഞ വർഷം. അങ്ങനെയുള്ള ഒരു മണ്ഡലത്തെ ഇപ്പൊ തെരഞ്ഞെടുപ്പിലേക്ക് തള്ളിവിട്ട കക്ഷി തന്നെ ആ കക്ഷിയെ കയറിക്കൊണ്ട് നടക്കുന്നത് ഈ കക്ഷിയൊക്കെ നേരത്തെ നടന്നത് ഇടതുപക്ഷവും CPM-ഉം ഒക്കെ ആണെന്നേ. അതൊക്കെ എല്ലാവർക്കും അറിയാം. അല്ല ആശയ വ്യതിയാനം ഉണ്ടാവുന്നത് വരെ ഇടതുപക്ഷം യോജിച്ചു നിന്നു. എന്നാൽ അത് അവിടുന്ന് മാറിയിട്ട് കള്ളക്കടത്തുകാരെ സംരക്ഷിക്കാൻ പോലീസ് ഇവരെ തെരയരുതെന്നൊക്കെ പറയുന്നതോട് കൂടിയിട്ട് ഞങ്ങൾക്ക് രണ്ട് വഴി ഇടതുപക്ഷമായിട്ടുള്ളത്. അപ്പൊ ഇദ്ദേഹത്തെയും കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിന് UDF നേരിടുമ്പോ ഏറ്റവും അനുയോജ്യനായ സ്ഥാനാർത്ഥിയെ CPI കണ്ടെത്തേണ്ടി വരും. അപ്പൊ അവർക്ക് സമയമെടുക്കും, നല്ല ആളെ നോക്കി വിജയിക്കും. നിലമ്പൂരിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MLA ആണ് വീണ്ടും വരാൻ പോകുന്നത്. ഭരണ തുടർച്ച, അതേപോലെ തന്നെ MLA-യുടെ തുടർച്ച, അതാണ് നിലമ്പൂരിൽ. അതാ CPI-ൽ നിന്ന് തന്നെ ഉണ്ടാകുമെന്നാണോ താങ്കൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ഒരു സ്ഥാനാർത്ഥി? അതെന്താ, CPI-ൽ നിന്നോ CPIM-ന്റെ സഹവർത്തിത്വമുള്ള സ്വതന്ത്രനോ ആരല്ല? CPM-ന്റെ സീറ്റാണ്, അവരാണ് തീരുമാനം. അല്ല, അൻവറിനെ പോലെ ഒരാളെയാണോ? അല്ലെങ്കിൽ ഈ നിലപാട് മാറാത്തതിന് മുമ്പുള്ള അൻവർ ഉണ്ടല്ലോ, അതുപോലെയുള്ള ആളുകളായിരിക്കും സ്ഥാനാർത്ഥിയായി വരിക എന്നതാണ്. അല്ല, ഇവിടെ ആരായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന, വികസന രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ഒരു വ്യക്തിയാണ് അവർ സ്ഥാനാർത്ഥിയായിട്ട് വരിക. അദ്ദേഹം അവിടെ വിജയിക്കും. അതിനാ വോട്ട് ചെയ്തത് നിലമ്പൂരിലെ ജനങ്ങൾ. അൻവറിനല്ല വോട്ട് ചെയ്തു. ആരാ പറഞ്ഞു അൻവറിന് വോട്ട് ചെയ്തു? നിലമ്പൂരിലെ ജനങ്ങൾ ആര്യാന മുഹമ്മദിന്റെ കുടുംബം നിരന്തരമായി അവിടെ മത്സരിക്കുന്നു, വിജയിക്കുന്നു. അപ്പൊ അവിടെ ഒരു മാറ്റം. അപ്പൊ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്തു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ എന്ന് പറയുന്നത് മുന്നണിയുടെ പ്രതീകങ്ങളാണ്. കുറച്ചൊക്കെ വ്യക്തിവോട്ട് അവർ പിടിക്കുന്നുണ്ട്. പക്ഷെ അവിടെ വിജയിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അൻവറിന്റെ ഭൂരിപക്ഷം കുത്തനെ കൂടേണ്ടായിരുന്നു. കുറഞ്ഞുപോയി. അവിടെ ഇടതുപക്ഷത്തിന്റെ തരംഗം കേരളം മുഴുവൻ ഉണ്ടായപ്പോഴും അൻവറിന്റെ വോട്ട് അവിടെ കുറഞ്ഞു. അത് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ അവിടെ അത് മാത്രമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതീകങ്ങളാണ് സ്ഥാനാർത്ഥികൾ. അവർക്കാണ് ആളുകൾ വോട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ തവണ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ കൂടുതൽ അൻവറിനെ മാറ്റിയാൽ അതിനേക്കാൾ കൂടുതൽ വോട്ട് ആളുകൾ ചെയ്യും. ഈ എന്തായാലും CPIM പറയുന്നത് അടുത്ത ദിവസം ഉണ്ടാകും, അതായത് 30-ാം തീയതി എന്നാണ്, മറ്റന്നാൾ സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്നാണ്. അന്ന് തന്നെ പ്രതീക്ഷിക്കാമല്ലേ സ്ഥാനാർത്ഥി ആരെ എന്നത്? നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് സ്ഥാനാർത്ഥി കിട്ടിയ പോലെ വരുമല്ലോ, ജയിക്കണ്ടേ? അങ്ങനെയൊക്കെയാണോ താങ്കൾ ഇത്ര ലാഘവത്തോടെയൊക്കെയാണോ ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്? ഒരു ലാഘവമില്ല. ഞാൻ അല്പം വൈകിയത് ഞാൻ ക്ഷമ ചോദിക്കാൻ മറന്നു. ഞാൻ ഇല്ലില്ല, അത് പ്രശ്നമില്ല, അതൊക്കെ ശരി. പക്ഷെ താങ്കൾ, അതാണ് ഞാൻ ശ്രീ കെ ഷാജി പറഞ്ഞ കാര്യങ്ങൾ താങ്കൾ ശ്രദ്ധിച്ചു. ഒരു ലാഘവമില്ല. ഞങ്ങൾ വളരെ ഗൗരവത്തോടു കൂടിയാണ്, അതുകൊണ്ടാണ് സമയം വൈകുന്നത്. ലാഘവത്തോടു കൂടിയാണ് ആരെങ്കിലും ഒരാളെ പറ്റി സ്ഥാനാർത്ഥിയാക്കിയാൽ പോരെ. ഞങ്ങൾക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നിലമ്പൂരിൽ ജയിക്കണം. TV അൻവർ എന്ന് പറയുന്ന രാഷ്ട്രീയ വഞ്ചകന് തിരിച്ചടി കൊടുക്കണം. അവിടെ ഒരു യഥാർത്ഥ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു സ്ഥാനാർത്ഥി വിജയിക്കണം. രാഷ്ട്രീയ കച്ചവടത്തിന് അവസാനം കുറിക്കണം. ഇത്തരത്തിലുള്ള നെറികെട്ട രാഷ്ട്രീയത്തിന് അവസാനം കുറിക്കണം. അപ്പൊ കരുതലോടുകൂടിയുള്ള സ്ഥാനാർത്ഥി വരുമെന്ന് ഉറപ്പാണല്ലോ. അതിന് CPIM സമയം എടുക്കൂലേ? ആർക്കാലും ആലോചിച്ചറിഞ്ഞോണ്ട് ആരെങ്കിലും പിടിച്ചുള്ള സ്ഥാനാർത്ഥി അല്ല വരിക. അവരെ ജയിക്കാൻ പറ്റുന്ന സ്ഥാനാർത്ഥി വരും. അപ്പോൾ എന്തായാലും ജയിക്കാൻ വേണ്ട സ്ഥാനാർത്ഥി എന്നതൊരല്പം കടുപ്പമാണ് എന്ന് CPIM-ഉം ഇടതുപക്ഷവും തിരിച്ചറിയുന്നുണ്ടല്ലേ? അങ്ങനെ ആരെങ്കിലും, താങ്കൾ പറഞ്ഞതിലൊരു വൈരുദ്ധ്യമുണ്ട്. താങ്കൾ തന്നെയാണ് പറഞ്ഞത് അൻവറിനല്ല വോട്ട് ചെയ്തത് ഇടതുപക്ഷത്തിനാണ്. അപ്പോൾ ആരെ നിർത്തിയാലും ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി വിജയിക്കേണ്ടതാണ്. പക്ഷെ അതേ താങ്കൾ തന്നെ പറയുന്നുണ്ട് തെരഞ്ഞെടുക്കാൻ വിജയം ഉറപ്പുവരുത്തണം. അതോടുകൂടി ഒരു കാര്യം, വ്യക്തിപരമായ വോട്ടും ഉണ്ടാവും, അതുകൂടെ കിട്ടണം. എല്ലാം സമാഹരിക്കണം. അതിനെ പറ്റിയൊരു സ്ഥാനാർത്ഥി നമുക്ക് സന്തോഷത്തോടുകൂടി റിസൾട്ട് കിട്ടണം. ശരി. എന്തായാലും സന്തോഷകരമായിട്ട് റിസൾട്ട് ഉണ്ടാകട്ടെ. ശ്രീ ഷാജി, ഇവിടെ താങ്കൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ? രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു. ഞാൻ അനൂപ് സംസാരിച്ചപ്പോൾ ഒന്ന് വരണം എന്ന് കരുതിയതാണ്. അദ്ദേഹം പറയുന്നത് പോലെ അൻവർ ഒരു ടോപ്പിക്കേ അല്ല എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. എത്രയോ ദിവസമായി അൻവർ ടോപ്പിക്കായിരുന്നു എന്നറിയാം. ഇപ്പോഴും ഈ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് ശേഷവും കോൺഗ്രസിന് ആ അൻവർ ബബിളിൽ നിന്ന് പുറത്തേക്ക് പോകാൻ സാധിച്ചിട്ടുണ്ടോ താങ്കളുടെ നിരീക്ഷണത്തിൽ?
ഇതിൽ വലിയൊരു കാര്യമുണ്ട്. ഈ അൻവർ എന്ന് പറയുന്ന ഒരു പ്രതിഭാസം, ഇപ്പം നേരത്തെ ഇടതുമുന്നണിയുടെ പ്രതിനിധി പറഞ്ഞു, ഒരു നെറികെട്ട രാഷ്ട്രീയത്തിൻ്റെ പ്രതിബിംബമാണ് അൻവർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചു കാലം പുറകോട്ട് പോവുകയാണെങ്കിൽ ഏറനാട് മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് അൻവർ മത്സരിക്കുമ്പോൾ അന്നത്തെ അവിടെ CPIയുടെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി കിട്ടിയത് 2000 ചില്ലറ വോട്ടാണ്. കാരണം നല്ലൊരു പങ്ക് വോട്ടുകളും അവിടുത്തെ CPMന്റെ ആളുകൾ അൻവറിന് നൽകിക്കൊണ്ട് അൻവറിന് ഇല്ലാത്തൊരു പോപ്പുലാരിറ്റി സൃഷ്ടിച്ച് ആ പോപ്പുലാരിറ്റി ഉണ്ടാക്കി, കൃത്രിമമായി ഉണ്ടാക്കിയ പോപ്പുലാരിറ്റിയുമായിട്ടാണ് അൻവറിനെ നിലമ്പൂരിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ നിലമ്പൂരിലെ കോൺഗ്രസിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന അന്നത്തെ യോജിപ്പില്ലായ്മയുടെ ഒരു അവസ്ഥ, അതുപോലെ അവിടെ ഉണ്ടായിരുന്ന മൊത്തത്തിൽ ചില അസ്വാരസ്യങ്ങൾ, ഇതെല്ലാം കൃത്യമായി മുതലാക്കി അൻവർ എന്ന് പറയുന്ന കുറേ പണമുള്ള ഒരാൾ ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയോടെ അവിടെ ആദ്യത്തെ വട്ടം ജയിച്ചു, നല്ല ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. രണ്ടാമത്തെ തവണ വളരെ ചെറിയ ഭൂരിപക്ഷത്തിന് അദ്ദേഹം കടന്നുകൂടുകയായിരുന്നു. അപ്പോൾ അൻവർ എന്ന് പറയുന്ന ഒരു സംഭവം അവിടെ വലിയൊരു പ്രതിഭാസമാണെന്നോ ആ നാട്ടിലെ മുഴുവൻ കാര്യങ്ങളും ആ നാടിൻ്റെ ദിശാബോധം നിർണ്ണയിക്കുന്ന ഒരു വ്യക്തിത്വമാണെന്നോ ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല. കാരണം അൻവർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അവകാശപ്പെടുന്നത് പോലെ പണാധിപത്യത്തിൻ്റെയും അഹന്തയുടെയും പണ്ട് ഇടതുമുന്നണിയുടെ കൂടെ നിൽക്കുമ്പോൾ അദ്ദേഹം സ്വയം വിശേഷിപ്പിച്ച സ്വയം കടതൽ എന്നാണ്. ഒരേ ആശയധാര എന്നൊക്കെയാണ് നേരത്തെ പറഞ്ഞത്. എവിടെയാണ് ആശയധാര? കടന്നൽ എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ അന്ന് അദ്ദേഹത്തിന്റെ പിണറായി വിജയൻ പിതാമഹനോ പിതൃതുല്യനോ ആയിരുന്നു. അതുപോലെ മുഹമ്മദ് റിയാസ് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠ സഹോദരനായിരുന്നു. ഇന്ന് അവരെല്ലാം തള്ളി പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹം വരുന്നത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ പാപ്പരത്തം നിറഞ്ഞ ഒരു രാഷ്ട്രീയം ഒന്നും കൂടി അനാവരണം ചെയ്യപ്പെട്ടു എന്നല്ലാതെ ഇന്നത്തെ ഡെവലപ്മെന്റിനോട് വേറൊന്നും വന്നു നമുക്ക് തോന്നുന്നില്ല. റൈറ്റ്, ഞാൻ വളരെ പെട്ടെന്ന് തിരികെ എത്താം. ഒരു ഇടവേള അനിവാര്യമാണ്. ഇടവേളയ്ക്ക് ശേഷം ശ്രീ സലീം മടവൂർ, താങ്കൾ അവസാനം വന്നതുകൊണ്ടാണ് ഞാൻ താങ്കളിലേക്ക് വരുന്നത് വീണ്ടും. അതായത് ഈ എം സ്വരാജിനെ പോലെയുള്ളവരെ മത്സരിപ്പിക്കുമോ എന്നും അല്ലെങ്കിൽ ബലിയാടിനെയാണ് തെരയുന്നത് എന്നതടക്കമുള്ള ആക്ഷേപങ്ങളുണ്ട് കോൺഗ്രസിന്റെ സൈബർ ഇടങ്ങളിൽ നിന്ന്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യമാണോ ഇപ്പോൾ ഇടതുപക്ഷം നേരിടുന്നത്? CPIഎമ്മിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ യുവാക്കൾ ഉൾപ്പെടെയുള്ളവരൊക്കെ സ്ഥാനാർത്ഥികളാകാൻ താല്പര്യം കാണിക്കാത്തൊരു പശ്ചാത്തലം കൂടി ഉണ്ടോ? അങ്ങനെ വിവരങ്ങൾ അറിയാമോ? ശ്രീ സലീം മടവൂർ, താങ്കളോടാണ്. യെസ്, അദ്ദേഹത്തിന് കേൾക്കുന്നില്ല എന്നാണ് തോന്നുന്നത്. ശ്രീ അനൂപ്, ഇതിലിപ്പോൾ അത്രമേൽ വലിയ ആത്മവിശ്വാസം തന്നെയാണല്ലോ അല്ലേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്? അതായത് ഒരു കൃത്യമായ ഒരു സ്ഥാനാർത്ഥിയെ പോലും മത്സരിപ്പിക്കാനോ അല്ലെങ്കിൽ കണ്ടെത്താനോ ഇപ്പോഴും സാധിക്കുന്നില്ല എന്നുള്ള ആത്മവിശ്വാസം. എങ്കിൽ പോലും ഇപ്പോൾ അൻവറിനെ ഒപ്പം നിർത്താനായില്ല എങ്കിൽ അത് കോൺഗ്രസിന്റെ പാളയത്തിൽ വോട്ടുകൾ നഷ്ടപ്പെടുത്തുമോ എന്നൊരു ആശങ്കയുണ്ടോ? ഒപ്പം BJPയുടെ സ്ഥാനാർത്ഥി അതെങ്ങനെ പ്രതിഫലിക്കുമെന്നാണ് കരുതുന്നത്? കോൺഗ്രസിനെ സംബന്ധിച്ച് ആത്മവിശ്വാസത്തിൽ കുറവ് വരുത്തേണ്ട ഒരു സാഹചര്യമില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരു സ്ഥാനാർത്ഥിയെ ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഞങ്ങൾക്ക് ഈ രാഷ്ട്രീയം പരമായി തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ഒരു സാഹചര്യമുണ്ട്. ഞങ്ങൾക്ക് പറയാൻ കാര്യങ്ങളുണ്ട്. പക്ഷേ BJPയെ സംബന്ധിച്ചും CPIഎമ്മിനെ സംബന്ധിച്ചും രണ്ടുമില്ല. അവർക്ക് സ്ഥാനാർത്ഥികളില്ല എന്ന് മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ അഭിമുഖീകരിക്കേണ്ട വിഷയങ്ങളുടെ കാര്യത്തിലും അവർ വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. BJPയും CPIഎമ്മും ഈ തെരഞ്ഞെടുപ്പിന് മുഖത്ത് പ്രതി ചേർക്കപ്പെടുന്ന ഒരേ കാര്യത്തിലാണ്. ഈ തെരഞ്ഞെടുപ്പ് തന്നെ അനിവാര്യമാക്കിയ സാഹചര്യം എന്ന് പറയുന്നത് CPIഎമ്മും സംഘപരിവാറും തമ്മിലുള്ള ബന്ധമാണ്. അത് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ പോവുകയാണെന്ന് മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിന്റെ വളരെ തുടക്കത്തിൽ തന്നെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത വിധം തുടക്കത്തിൽ പ്രഖ്യാപിക്കുകയാണ്, ഇത് ഞങ്ങൾ ഇവിടെ മത്സരിക്കുക എന്ന് പറയുന്നത് സമയവും അല്ലെങ്കിൽ ഞങ്ങളുടെ പണവും വ്യയം ചെയ്യലാണെന്ന് പറഞ്ഞ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ഉണ്ട്. ഇത് കേട്ടാൽ തോന്നും ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പിൽ 140 നിയോജക മണ്ഡലങ്ങളിലും BJP മത്സരിച്ചത് വിജയം ഉറപ്പാക്കിയിട്ടാണെന്ന്. പക്ഷേ ഇവിടെ BJP തുടക്കത്തിൽ തന്നെ CPIഎമ്മിന് വേണ്ടി കളമൊഴിയുന്ന ഒരു പ്രതീതി സൃഷ്ടിച്ചു. പിന്നെ അത് BJDSന്റെ സീറ്റാണെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ അതൊക്കെ ഈ മണ്ഡലത്തിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യും. ഞാൻ സമയം അവസാനിക്കുന്നതുകൊണ്ടാണ് ശ്രീപ്രകാശ് വളരെ പെട്ടെന്ന് ഒരു മിനിറ്റ് താഴെ ഈ ആക്ഷേപങ്ങൾക്കൊന്ന് മറുപടി പറയാമോ? അനൂപിന്റെ ആക്ഷേപങ്ങൾക്ക്. അല്ല, ഇവിടെ ആരൊക്കെയാണ് സഖ്യം യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇവർ പരസ്പരം പോരാടുകയും കേരളത്തിന്റെ പുറത്ത് ഒന്നിച്ചിരുന്ന് BJPക്കെതിരെ പോരാടുകയും ചെയ്യുന്ന രണ്ട് രാഷ്ട്രീയ പാർട്ടികളാണ് CPIഎമ്മും കോൺഗ്രസും. ഇവർ തമ്മിലാണ് ഇവിടെ മത്സരം നടക്കുന്നത്.
അപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ച് ബി ജെ പി സി പി എമ്മും കോൺഗ്രസ് പാർട്ടിയും ഒരേ രീതിയിൽ ഒരു കള്ള നാണയത്തിന്റെ ഇരുവശങ്ങളാണ് എന്ന് ഇന്ത്യയിൽ ആകമാനം പ്രചരിപ്പിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഒരു സ്ഥലത്തും ഇവരുമായിട്ട് ഒരു സഖ്യത്തിനും ഞങ്ങളില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളിവിടെ സി പി എം ഇത്രയും കാലം ഇവിടെ ഭരിച്ചു, എത്ര കാലം കേരളം ഭരിച്ചു, അതുപോലെ തന്നെ കോൺഗ്രസ് എത്ര കാലം ഭരിച്ചു. കേരളത്തിൽ ഒരു വികസനവും ഇവർക്ക് ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. കേരളം കടം വാങ്ങി ജീവിക്കുന്ന ഒരു സംസ്ഥാനമായി മാറിയിരിക്കുന്നു. ഓരോ മാസവും കടം തരൂ എന്ന് പറഞ്ഞ് അവർ കടത്തിന് വേണ്ടി യാചിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കേരളത്തെ എത്തിച്ചത് ഇത്രയും കാലം ഭരിച്ച LDF യും UDF-ഉമാണ്. അതൊന്നൊരു മാറ്റമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിനൊരു വികസിത കേരളമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് എന്തായാലും സ്ഥാനാർത്ഥി ഉണ്ടാകും. ശ്രീ അനൂപ്, അതായത് കൃത്യമായ ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്നാണ് ശ്രീ സലീം മടവൂർ. ഞാൻ ചർച്ച അവസാനിപ്പിക്കുകയാണ്. താങ്കൾ സ്ഥാനാർത്ഥി ഉണ്ടാകും. യെസ് ശ്രീ സലീം മടവൂർ, അതായത് യുവാക്കളെ അടക്കം, അതായത് എം സ്വരാജിനൊക്കെ മത്സരിപ്പിക്കാൻ ധൈര്യമുണ്ടോ എന്ന ചോദ്യമടക്കമൊക്കെയാണ് ചോദിക്കുന്നത്. എന്തിനാണ് ഒരു ബലിയാടിനെയാണോ തിരയുന്നത് എന്ന ചോദ്യവും മറുഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. അല്ല, ഇവിടെ CPIM ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാൽ അദ്ദേഹത്തിന് വേണ്ടിയാണ് ഇടതുപക്ഷം വോട്ട് ചെയ്യുക. അല്ലാതെ UDF-ലെ പോലെ ഒരു കൂട്ടര് സ്ഥാനാർത്ഥിക്കെതിരെ പരസ്യമായ പ്രസ്താവന നടത്തുന്നു, മറ്റൊരു കൂട്ടർ BJP-യുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായിട്ട് ചർച്ച നടത്തുന്നു, മറ്റൊരു കൂട്ടർ പരാജയപ്പെടുത്താനുള്ള മറ്റു പണികൾ നോക്കുന്നു. അതൊന്നും ഇടതുപക്ഷത്തുണ്ടാവില്ല. ഇടതുപക്ഷത്തൊരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാൽ അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കും. ആ സ്ഥാനാർത്ഥിയെ CPIM കണ്ടെത്തുന്നു പറഞ്ഞല്ലോ. 30-ാം തീയതി അതിന് നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് സ്ഥാനാർത്ഥി വന്നാൽ മതിയല്ലോ. ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാതെ വിജയിപ്പിക്കുക, അതാണ് ഞങ്ങളുടെ ചുമതല. ശരി, അങ്ങനെ റൈറ്റ്. എന്തായാലും നമുക്ക് 2 ദിവസം കൂടി കാത്തിരിക്കാം. അതിനുശേഷം ആരാണ് സ്ഥാനാർത്ഥികളെന്ന് തിരിച്ചറിഞ്ഞ് വീണ്ടും ഇതേ വിഷയത്തിലേക്ക് പോകേണ്ടി വരും എന്നതിൽ തർക്കമില്ല. വളരെയധികം നന്ദി. സ്പെഷ്യൽ ഡിബേറ്റിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. സ്പെഷ്യൽ ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.